സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത് സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പെരുമ്പട്ടിയിലെ ശ്രീ മഹാദേവ വിലാസം ഹിന്ദു മഹാസമ്മേളനത്തിന്റെ 7ാം ദിവസമായിരുന്ന് എന്തുകൊണ്ടും ആനന്ദകരമായ ഒരു ദിവസമാണ് ഭാരതത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച്. ഇത്ര മുഴക്കം വേണ്ട, ഇക്കോ വളരെ കുറച്ചും. ശബ്ദത്തിന്റെ മുഴക്കത്തെക്കാൾ അർത്ഥബോധത്തിനാണ് വില. മുഴക്കം കൂടുന്തോറും അർത്ഥബോധം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ശബ്ദം ഉണ്ടാക്കുന്ന അർത്ഥബോധമാണ് ഏറ്റവും വലുത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ 1893 ഓഗസ്റ്റ് മാസം ഭാരതത്തിൽ നിന്ന് കേവലം 28 വയസ്സ് കഴിഞ്ഞ 29ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ഉണ്ടല്ലോ. ചെറുപ്പക്കാരൻ മദ്രാസിലെ യുവജനങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഭാരതത്തിൽ നിന്ന് കപ്പൽ കയറി 30 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എത്തിച്ചേരുകയും ഹിന്ദു ധർമ്മത്തിന്റെ പ്രതിനിധിയായിട്ട് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സംസ്കാരത്തിന്റെ പ്രവാചകനായിട്ട് ആദ്യമായി വിദേശത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങളാണ്, നല്ല അനുഭവങ്ങളല്ല. കാരണം കൊടും തണുപ്പിലൊന്ന് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ, ഒരു ഓവർകോട്ടില്ലാതെ, അത്യന്തം പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലെത്തിയത്. മാത്രവുമല്ല, അമേരിക്കയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും അമേരിക്കയിൽ അദ്ദേഹത്തിന് സുഹൃത്തായിട്ടുണ്ടായിരുന്നില്ല. തീർത്തും അപരിചിതമായ ഒരു നാട്ടിൽ അപരിചിതമായ വേഷവിധാനങ്ങളോടുകൂടി, അവരുടെ കണ്ണിൽ അപരിഷ്കൃതമായ വേഷവിധാനങ്ങളോടുകൂടി ഒരാൾ എത്തിച്ചേർന്നാൽ, ഒരു ട്രങ്കുപെട്ടിയുമായി കടന്നു ചെന്നാൽ, അത് അന്നാട്ടിലുണ്ടാക്കുന്ന പരിഹാസവും സ്വാമിജിക്കുണ്ടാക്കുന്ന ഞെട്ടലും, കൾച്ചർ ഷോക്ക് വളരെ വലുതായിരുന്നിരിക്കണം. ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ഭാരതമെമ്പാടും യാത്ര ചെയ്ത് ഭാരതീയരുടെ ഹൃദയ മിടിപ്പുകൾ തൊട്ടറിഞ്ഞ വ്യക്തി അമേരിക്കയിലെത്തുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മതമഹാസമ്മേളനം നടക്കുന്നു. വേൾഡ് റിലിജിയൻ കോൺഫറൻസ്, റിലീജിയസ് സമ്മിറ്റ്, മഹാസമ്മേളനം നടക്കുകയാണ്. അവിടെ കോൺഫറൻസ് നടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ വരും. സ്വാമിജിക്കാവട്ടെ എന്നാണ് ഈ മതസമ്മേളനത്തിന്റെ ഡേറ്റ് എന്നറിയില്ല. പക്ഷെ ഇങ്ങനൊരു സമ്മേളനം നടക്കുന്നുണ്ടെന്ന് അന്നത്തെ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അറിയാമായിരുന്നു. അതിന് സംഘാടകരാരെന്നോ, എങ്ങനെ അവിടെ കയറി പ്രസംഗിക്കണം, അതിനാര് ഇൻവൈറ്റ് ചെയ്യണം, അതിനാരെങ്കിലും പരിചയം മുൻപരിചയം വേണമോ, ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമോ, ഇതൊന്നും അറിയില്ലായിരുന്നു.
അമേരിക്കയിൽ എത്തിപ്പെട്ടു. അത്ര തന്നെ. ഷിക്കാഗോയിലേക്ക് എത്തിപ്പെട്ടു. ഷിക്കാഗോയില് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തണുപ്പ് സഹിക്കവയ്യാതെ രാത്രികാലങ്ങളിൽ പൊതുവിടങ്ങളിൽ, ഈ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പരിസരത്ത് തന്റെ ട്രങ്കുപട്ടിയുടെ മേലെ കിടന്നുറങ്ങുമ്പോൾ ചെറുപ്പക്കാരുടെ സംഘം കൂടി വന്ന് ചുറ്റിൽ നിന്ന് കൂക്കി വിളിക്കുകയും കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്യുമായിരുന്നു. തിങ്കിങ് ദാറ്റ് ഹി വാസ് എ ബെഗർ. അദ്ദേഹം ഒരു ഭിക്ഷക്കാരനാണെന്ന് കരുതിയിട്ട് എറിഞ്ഞു ഓടിക്കുമായിരുന്നു. ആരെ? നമ്മൾ ഇന്ന് പരമപൂജനീയമായ സ്ഥാനത്ത് കാണുന്ന വിവേകാനന്ദ സ്വാമികളെ. അദ്ദേഹം പറയാറുണ്ട്, ആ സമയത്തൊക്കെ വിചാരിക്കുമായിരുന്നു, ഈ മദ്രാസിലെ കിറുക്കൻ പിള്ളേരുടെ വാക്കും കേട്ട് അമേരിക്കയിലേക്ക് പുറപ്പെട്ട എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് കൈമുതലായി ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ പ്രത്യാശ മുഴുവൻ ഒരേ ഒരു വ്യക്തിയുടെ ആശിസ്സുകളായിരുന്നു. അത് ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അനുഗ്രഹം മാത്രമാണ്. അന്ന് ശരീരം വെടിഞ്ഞ സമയമാണ്. സമാധിസ്ഥനായ രാമകൃഷ്ണ പരമഹംസദേവന്റെ അനുഗ്രഹം ഒന്നു മാത്രമാണ് സ്വാമിജിയെ അവിടെ ഇത്രയും കൊടും തണുപ്പിലും തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിലും ആളുകളുടെ പരിഹാസത്തിന് ഇടയിലും അവിടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ നെട്ടോട്ടത്തിനിടയിൽ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അറിയാമല്ലോ, ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ തിയോസഫിക്കൽ സൊസൈറ്റി. ആദ്യമായിട്ട് ആ തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കുന്നത് 1874 നമ്മുടെ മാഡം ബ്ലെവറ്റ്സ്കിയ എന്ന് പറയുന്ന റഷ്യൻ വനിതയും ഹെൻറി ഓൾക്കോട്ട് എന്ന അമേരിക്കൻ പൗരനും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കുന്നത്. അവരുടെ ചില കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ മൊത്തം ചരട് ഈ ബ്ലെവറ്റ്സ്കിയയുടെ ഒരു ദുർബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണെന്ന് കാണാൻ വലിയ പ്രയാസമില്ല. തിയോസഫിക്കൽ സൊസൈറ്റിക്കാര് വിവേകാനന്ദ സ്വാമികളെ സഹായിക്കുമെന്ന് ഒരു സൂചന ഒരു പക്ഷേ മദ്രാസിൽ അന്നത്തെ ഫ്രീമേസൺറിയുടെ ഭാഗത്തായി ബന്ധപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഫ്രീമേസൺസ് ആയിരുന്ന മദ്രാസിലെ അധ്യാപകരോ രാജാക്കന്മാരോ കൊടുത്തിരിക്കണം. ആ ഓർമ്മയിലായിരിക്കണം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് 1874 തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയ സംഘടന എന്ന നിലയ്ക്ക് അതിൽ ഭാഗഭാക്കായിരുന്ന ആനി ബെസന്റിന്റെ ആളുകളെ അമേരിക്കയിൽ പോയി അദ്ദേഹം കണ്ടു. ആരും സഹായിക്കാനില്ല, ഒരു കുട്ടിയെ പോലും അറിയില്ല, ഒരു മതത്തിന്റെ ആളെയും അറിയില്ല. അവിടെ ആകെ ഒരു അഡ്രസ്സായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റിക്കാരെയാണ്. ഈ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഹിന്ദു മതത്തെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും യൂണിറ്റേറിയൻ കാഴ്ചപ്പാട്, യൂറോപ്യൻ കാഴ്ചപ്പാട് ലോകത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സംഘടനയാണെന്ന് അകത്ത് ചുഴിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ചില സംഘടനകളുണ്ട്. ബാഹ്യമായി ഹിന്ദു നവോത്ഥാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുമെങ്കിലും അകത്തിന്റെ അകത്ത് മറ്റു പല താല്പര്യങ്ങളും അതിലുണ്ടാവും. മാഡം ബ്ലെവറ്റ്സ്കിയ എന്ന് പറയുന്ന വിദേശ ചാരവനിതയുടെ ആദ്യത്തെ ചിന്ത തന്നെ എങ്ങനെ ഹിന്ദു മതത്തെ ബുദ്ധമതത്തിന്റെ പ്രിൻസിപ്പിൾസുമായി ചേർത്ത് ചെത്തിയൊരുക്കി ലോകം മുഴുവനുള്ള ഒരു യൂണിറ്റേറിയൻ കാഴ്ചപ്പാടിലേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതിന് അവരാദ്യം കൂട്ടുപിടിച്ചത് ഭാരതത്തില് സ്വാമി ദയാനന്ദ സരസ്വതി, മഹർഷി ദയാനന്ദ സരസ്വതി എന്നറിയപ്പെടുന്ന ആര്യ സമാജത്തിന്റെ ആളാണ്. ആര്യ സമാജം ഉണ്ടാക്കിയത് പോലും നമുക്ക് ആർക്കും അറിയാത്ത ചരിത്രമാണ്. മാഡം ബ്ലെവറ്റ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും സ്വാമി ദയാനന്ദനും ചേർന്നാണ് ആര്യ സമാജം ഉണ്ടാക്കിയത്. പലരുടെയും ധാരണ ആര്യ സമാജം തീർത്തും ഭാരതീയമായ സംഘടനയാണെന്നാണ്. അങ്ങനെയല്ല. അതുണ്ടാക്കിയ സമയത്ത് അതിന്റെ പേര് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ദി ആര്യ സമാജ് ഓഫ് ആര്യാവർത്ത് എന്നായിരുന്നു പേര്. അതിന്റെ പേര് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ആര്യ സമാജ് എന്നായിരുന്നു. അങ്ങനെ രണ്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ആര്യ സമാജത്തിന്റെ ലക്ഷ്യം വേദത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റേറിയൻ കാഴ്ചപ്പാടിൽ മറ്റ് വിഗ്രഹാരാധന, ക്ഷേത്രത്തിൽ ആരാധന, ഗുരുതി കൊടുക്കൽ, നമ്മുടെ ലോക്കൽ ട്രഡീഷൻസിനെ എല്ലാം തകർത്ത് ഏകശിലാകൃതമായ ഒരു യൂണിറ്റേറിയൻ ഹിന്ദുമതം, യൂറോപ്യൻ ഇഷ്ടപ്പെടുന്ന, സായിപ്പിന് കണ്ടാൽ നല്ലത് എന്ന് തോന്നുന്ന, സായിപ്പ് കളിയാക്കാത്ത, സായിപ്പിന് പരിഷ്കൃതമെന്ന് തോന്നുന്ന തരത്തിൽ ഹിന്ദുമതത്തെ അവതരിപ്പിക്കുക എന്ന ജോലിയാണ് ദയാനന്ദ സരസ്വതിക്ക് മാഡം ബ്ലെവറ്റ്സ്കിയെ കൊടുത്തത്. 4 വർഷത്തിലേറെ കാലം ഇവർ സുഹൃത്തുക്കളായി ഒരുമിച്ച് പ്രവർത്തിച്ചു. മഹർഷി ദയാനന്ദനും മാഡം ബ്ലെവറ്റ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും. ഈ മാഡം ബ്ലെവറ്റ്സ്കിയും ഹെൻറി ഓൾക്കോട്ടുമാണ് ആദ്യമായി വിദേശീയര് 2 പേര് ബുദ്ധമതം സ്വീകരിക്കുന്ന 2 വിദേശികൾ. ആദ്യമായിട്ട് ബുദ്ധമതം സ്വീകരിക്കുന്ന വിദേശികൾ ഈ മാഡം ബ്ലെവറ്റ്സ്കിയും ഹെൻറി ഓൾക്കോട്ടുമാണ്. ഇവർ ശ്രീലങ്കയിൽ പോയിട്ടാണ് ബുദ്ധമതം സ്വീകരിച്ചത് അന്ന് കാലത്ത്.
ദുഷ്ടലാക്കോടുകൂടി ഭാരതത്തെ ഏതോ രീതിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ചാരന്മാരായിരുന്നു ഇവരുന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇവരുടെ സൃഷ്ടിയായ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പിന്നീടാണ് മാഡം ബ്ലെവറ്റ്സ്കിയുടെ ശിഷ്യയായ ആനി ബെസന്റ് വരുന്നതും ആനി ബെസന്റ് ഇന്ത്യയിൽ സർവസമ്മതയായ ഒരു നേതൃത്വം നേടിയെടുക്കുകയും തദ്വാര അവർ ബനാറസിൽ ഒരു യൂണിവേഴ്സിറ്റി, ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു. പേരിൽ ഹിന്ദു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെയും അത് ഹൈന്ദവമാണെന്ന് ധരിക്കേണ്ട. നമ്മുടെ ദ ഹിന്ദു പത്രത്തിന്റെ തന്നെ സ്ഥാനമേ അതിനുമുള്ളൂ. ദ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പത്രം ഹിന്ദു പത്രമാണ്. അതൊരു ഒരിക്കലുമല്ല. 100% ഹിന്ദു വിരുദ്ധമായ പത്രമാണ് ദ ഹിന്ദു. അതുപോലെ കൊൽക്കത്തയിൽ അതുപോലെ ഹിന്ദു കോളേജ് ഉണ്ടാക്കിയ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ കാലത്ത് ഹിന്ദു കോളേജ് ഉണ്ടാക്കി. അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നത് അന്നത്തെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആണ്. ആ സുപ്രീം കോടതി ഉണ്ടാക്കിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇന്ത്യയിൽ കോടതികൾ സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യപ്രകാരമാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അനുകൂലമായി ഭക്തർക്ക് വേണ്ടി തീരുമാനം വരാത്തത് എന്നതിൽ നമുക്ക് അത്ഭുതം തോന്നേണ്ടതില്ല. കാരണം കോടതികൾ സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഹിന്ദുവിന്റെ ലോക്കൽ ട്രഡീഷൻസ് തകർക്കാനാണ്. അതിൽ നിന്ന് പൂർണ്ണമായി നീതി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ മണ്ടന്മാരാണ്. ആര് ജനാധിപത്യപരമായി ഇന്ത്യയിൽ ഇലക്ട്രൽ ബില്ലിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയാലും ജനങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കോടതികൾക്ക് സാധിക്കും. അത് കോടതികളിലേക്ക് എത്തുന്ന സ്ഥലങ്ങൾ നോക്കുക. നിങ്ങളുടെ നാടുകളില് പോലീസ് സ്റ്റേഷനിലെ CIയുടെ പേരെന്താണ്? SIയുടെ പേരെന്താണ്? DYSPമാരുടെ പേരെന്താണ്? SP-മാരുടെ പേരെന്താണ്? അങ്ങനെ മുകളിലേക്ക് പോകുന്ന നിയമ പരിപാലന നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ മുതൽ കോടതി വരെയുള്ളതിലധികവും നിങ്ങൾക്ക് കൃത്യമായ മതലോബികളുടെ പ്രവർത്തനം കാണാം. ഒരു വഴിത്തർക്കം ഉണ്ടാവുമ്പോൾ പോലും, ജോൺസണും രാമനും തമ്മിൽ വഴിത്തർക്കം ഉണ്ടാവുമ്പോൾ പോലും നീതി സ്വാഭാവികമായും രാമന് ലഭിക്കേണ്ടതാണെങ്കിലും രാമന് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാതെ ജോൺസണും കൂടി ആ സ്ഥലത്തിൽ അവകാശം വരുന്ന രീതിയിൽ വിധികൾ വരുന്നുണ്ടെങ്കിൽ FIR എഴുതുന്ന സ്റ്റേഷനിലെ പോലീസുകാരൻ മുതലുള്ളവർ മതലോബികളുടെ പിടിയിലാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന മത സംവിധാനങ്ങളുണ്ട് ഇവിടെ. അതിന് കാരണം ചെറുപ്പത്തിലെ സ്വന്തം മതം പഠിക്കുകയും അന്യമതങ്ങളെ കളിയാക്കാൻ പഠിക്കുകയും പ്രബലമായ മതസംവിധാനങ്ങളുടെ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയും അന്യമതങ്ങളെ ആദരിക്കാൻ പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം വളർന്നു വരികയാണ്. ഹിന്ദുക്കളാവട്ടെ സ്വന്തം ധർമ്മത്തെപ്പറ്റി യാതൊന്നും അറിയാതെ മേപ്പോട്ട് നോക്കി നടക്കുകയാണ്. ഇങ്ങനെ ചരിത്രബോധമില്ലാത്ത, സാമൂഹിക ക്രമത്തെപ്പറ്റി പഠിക്കാത്ത, എന്റെ സ്റ്റേഷനിലെ SIയുടെ പേരെന്താണ്, അയാൾക്ക് മതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്നൊന്നും പഠിച്ചു വെക്കാത്ത, സാമൂഹിക പാഠങ്ങൾ മറന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഒരിടത്തും നീതി കിട്ടാതെ, ഡിസ്ട്രിക്ട് കോടതി മുതൽ സുപ്രീം കോടതി വരെ നീതി കിട്ടാതെ ക്ഷേത്രങ്ങളുടെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 28 ശബരിമലയെ സംബന്ധിച്ച് സുപ്രധാനമായ വിധി നേടിയെടുത്തവരിൽ ആരും തന്നെ ശബരിമല സന്ദർശിച്ചിട്ടില്ലാത്തവരാണെന്നുള്ളത് അത്ഭുതകരമാണ്. ശബരിമല എന്തെന്ന് കണ്ടിട്ട് പോലുമില്ലാത്തവരാണ് ശബരിമലയിൽ ലിംഗവിവേചനമുണ്ടെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തു വന്ന വിധിയിൽ നമ്മൾ എത്ര പേർ തല്ലുകൊണ്ടു, എത്ര ഹിന്ദുക്കളുടെ നെഞ്ചുപൊട്ടി കരയേണ്ടി വന്നു, എന്തെല്ലാം അപമാനം സഹിക്കേണ്ടി വന്നു എന്ന് നമ്മൾ ഓർത്തു നോക്കുക. അപ്പൊ കോടതികളിലൂടെ വിധികൾ സമ്പാദിച്ചെടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ അപമാനം അതിന്റെ പരമാവധിയിലെത്തിക്കാമെന്ന് മനസ്സിലാക്കിയ മതലോബികളുണ്ട് ഇവിടെ, രാഷ്ട്രീയ ലോബികളുണ്ട് ഇവിടെ. അതിന് കാരണം നാം നിയമത്തെപ്പറ്റി ഒരു ചുക്കും അറിയാത്തവരാണ്. ഇഗ്നറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പറയും നിയമത്തിൽ. നിയമത്തെപ്പറ്റിയുള്ള അജ്ഞത ഒരു ഒഴിവുകഴിവല്ല. നിയമം പഠിക്കണം. കൂടുതൽ കുഞ്ഞുങ്ങൾ നിയമം പഠിക്കണം. നിയമം പഠിക്കാൻ വക്കീൽ കോട്ടണിയണമെന്നൊന്നുമില്ല. നമ്മുടെ ഭരണഘടന എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമായ കാര്യമാണ്. നമ്മുടെ ഭരണഘടന എന്തെല്ലാം തരത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം തരുന്നുണ്ട്, നമ്മുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം എത്രത്തോളം തരുന്നുണ്ട്, ഹിന്ദുവിന് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഇസ്ലാമിക വിഭാഗക്കാർക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളുണ്ട്, ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് എങ്ങനെയൊക്കെ കൈമാറ്റം ചെയ്യാൻ പറ്റും, എങ്ങനെ പറ്റില്ല, ക്ഷേത്രത്തിലെ ദേവൻ പെർപ്പച്വൽ മൈനർ ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ശബരിമലയിലെ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞാൽ നിത്യവും മൈനറാണ്, പെർപ്പച്വൽ മൈനറാണ്.
ആ അയ്യപ്പസ്വാമിയുടെ സ്വത്തിന്റെ പേരാണ് ദേവസ്വം. ആ അയ്യപ്പസ്വാമിയുടെ സ്വത്ത് ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന, മൈനറുടെ സ്വത്ത് മേജറായിട്ടുള്ള ഒരാളാണല്ലോ ഭരിക്കുക. അവകാശം, സ്വത്തിന്റെ അവകാശം മൈനറായിട്ടുള്ള കുട്ടിക്കാണെങ്കിലും ആ സ്വത്ത് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. ആ സ്വത്ത് ഒരു കാരണവശാലും വിൽക്കാനോ ലാഭമെടുക്കാനോ ദേവസ്വം ബോർഡിന് അധികാരമില്ല. ദേവസ്വം ബോർഡ് അതിനെ കൃത്യമായി മെയിന്റനൻസ് ചെയ്യുന്നവരാണ്, പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവരാണ്, വേണ്ടുന്ന സൗകര്യങ്ങൾ ഈ മൈനർക്ക് ചെയ്തു കൊടുക്കേണ്ടവരാണ്. അതിനപ്പുറത്ത് തന്ത്രിയെ ഞങ്ങൾ മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിയമത്തെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സമാജത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതോ ആണ്. ദേവസ്വം ബോർഡിന് ഒരു കാരണവശാലും തന്ത്രിയെ മാറ്റാനോ തന്ത്രിയെ നിയമിക്കാനോ അധികാരമില്ല. കാരണം തന്ത്രിയെ നിയമിച്ചത് പരശുരാമനാണ്. എന്നുവെച്ചാൽ ആ കാലത്ത് തന്നെ കൊടുത്തിട്ടുള്ള താവഴി അവകാശം എന്ന് പറയുന്ന പോലെ പാരമ്പര്യ അവകാശമാണ് തന്ത്രം. കേരള സർക്കാർ കഴിഞ്ഞ ദിവസം 12 പ്രധാനപ്പെട്ട ഇല്ലക്കാരെ പോയി കണ്ടുവത്രേ. തന്ത്രിയാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം ഈ തന്ത്രിയെ മാറ്റിയാലേ ഉള്ളൂ ഗുണം. എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം പറയാനുണ്ട്. പിറവം പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു തർക്കം നിലനിൽക്കുകയും ഹൈക്കോടതി കൃത്യമായി ഡയറക്റ്റീവ് കൊടുക്കുകയും ചെയ്തു. ഡിറക്ഷൻ കൊടുത്തു. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഏതു വിധേനയും ഈ വിധി നടപ്പിലാക്കണം സർക്കാർ എന്ന് ഡിറക്ഷൻ കൊടുത്തു. ശബരിമലയുടെ കേസിലോ ഡിറക്ഷൻ ഇല്ല, വെറും വിധി മാത്രമാണ്. എന്താണ് വിധി? ഹിന്ദു പ്ലേസസ് പബ്ലിക് വേർഷിപ്പ് ആക്ടിന്റെ റൂൾ 3B എടുത്തു കളയുക എന്നുള്ളതാണ് സെപ്റ്റംബർ 28 ശബരിമലയെ സംബന്ധിച്ച് വന്ന വിധി. റൂൾ 3B എന്താണ്? റൂൾ 3B എന്ന് പറയുന്നത് റൂൾ 3യുടെ കീഴിൽ 6 or 7 പോയിന്റുകളുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ബി എന്താണ്? പോയിന്റ് ഒരു തരത്തിലുമുള്ള ലിംഗവിവേചനം, അതായത് റൂൾ 3Bയിൽ പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ ആർത്തവകാലങ്ങളിൽ, അശുദ്ധികാലങ്ങളിൽ, അശുദ്ധിയോടുകൂടി സ്ത്രീയോ പുരുഷനോ, പുരുഷൻ എന്താ? വാലായ്മ, പുല. കുടുംബത്തിൽ ഉറ്റവരും മരിച്ചു കഴിഞ്ഞാൽ പുലവാലായ്മ ആചരിക്കുന്ന നമ്മുടെ ശീലമാണ്. ആ പുലവാലായ്മയുള്ള സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവാറില്ല. സ്ത്രീകൾ ആർത്തവകാലത്ത് ക്ഷേത്രങ്ങളിൽ പോവാറില്ല. അത്തരത്തിൽ അശുദ്ധികാലത്ത് പുരുഷനും സ്ത്രീയും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കരുത് എന്നതാണ് റൂൾ 3Bയിലുള്ളത്. കോടതി എടുത്തു കളഞ്ഞത് ഈ റൂൾ 3B ആണ്. അതായത് എടുത്തു കളഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി മുതൽ ആർക്കും ഏത് അശുദ്ധിയുള്ളപ്പോഴും ഏത് ക്ഷേത്രത്തിലും, ശബരിമല മാത്രമാണോ? അല്ല, ഏത് ക്ഷേത്രത്തിലും പ്രവേശിക്കാൻ അവകാശമുണ്ടായിരിക്കും. ഏത് ക്ഷേത്രത്തിലും പ്രവേശിക്കാൻ അധികാരമുണ്ടായിരിക്കും ഈ റൂൾ 3Bയിൽ എടുത്തു കളഞ്ഞതിന് പ്രകാരം. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഡീയറ്റിയുടെ, അതായത് ദേവതയുടെ സ്വാതന്ത്ര്യത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണുള്ളത്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വിചാരിക്കുക. ഞായറാഴ്ച എനിക്ക് തോന്നുകയാണ് എന്നും എന്താണ് ഈ പള്ളിയിലച്ചൻ മാത്രം കുർബാന കൊടുക്കുന്നത്, ഒരു ദിവസം ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് കയറിയ സമ്മതിക്കൂ? ഇല്ല. കാരണം അതിന് നിയോഗിക്കപ്പെട്ട ആ മതത്തിന്റെ സംവിധാനങ്ങൾ പ്രബലമാണ്. ആ സംവിധാനങ്ങളെ കെടുത്താൻ അവർ സമ്മതിക്കില്ല. ഇതുപോലെ ഹിന്ദു മതത്തിലെ ഡീയറ്റിക്ക്, ദേവതയ്ക്ക് ചില ഇംഗിതങ്ങളുണ്ട്. കാരണം ഇത് ദേവതയുടെ പ്രൈവറ്റ് സ്പേസ് ആണ് ക്ഷേത്രം. പക്ഷെ കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട എന്താ? പബ്ലിക് പ്ലേസ് ആണ് ക്ഷേത്രം എന്ന രീതിയിലാണ്. ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ അത് ലിംഗവിവേചനമാണ്. അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ സിനിമ കളിക്കുന്ന സമയത്ത് സിനിമയിൽ സ്ത്രീകൾ കടക്കരുതെന്ന് പറഞ്ഞാൽ വിവേചനമാണ്. ബസ്സിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ അത് വിവേചനമാണ്. പക്ഷെ ക്ഷേത്രത്തിൽ, ഇന്ന ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ദേവതയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് വിവേചനമല്ല, മറിച്ച് ദേവതയുടെ അധികാരമാണ്. കാരണം ദേവതയുടെ പ്രൈവറ്റ് പ്ലേസ് ആണ് ക്ഷേത്രം. ദേവത പെർപ്പച്വൽ മൈനറുമാണ്. ഇപ്പോ അയ്യപ്പസ്വാമി പറഞ്ഞു, സമാധിസ്ഥനാവുന്നതിന് മുമ്പ് പറഞ്ഞു, എനിക്ക് മണ്ഡലകാലങ്ങളിൽ എന്റെ ഭക്തന്മാരെ കാണണം. ദീർഘമായ സമാധിയാണ് അയ്യപ്പന്. ആ സമാധി ഉണർന്ന്, തുയിലുണർന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായി കാനനവാസൻ വൃശ്ചിക മാസത്തിൽ മിഴി തുറക്കുകയാണ്. എല്ലാ മാസവും നട തുറന്നു വെക്കുന്ന പരിപാടി സർക്കാർ കൊണ്ടുവന്നതാണ്. കാരണം സർക്കാരിന് ഭഗവാനിന് വിശ്വാസമില്ലെങ്കിലും ഭണ്ഡാരത്തിൽ നല്ല വിശ്വാസമാണ്. ഭണ്ഡാരം നിറയുന്നു നോക്കിയിരിക്കുകയാണ്. ആ പണം കൊണ്ടുപോയി കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി 26 ഇന്നോവ കാറാണ് പ്രളയത്തിന് ശേഷം കേരള സർക്കാർ വാങ്ങിക്കൂട്ടിയത്. എത്ര? 26 ഇന്നോവ ക്രിസ്റ്റയാണ് വാങ്ങിക്കൂട്ടിയത്. ഏറ്റവും മുന്തിയ ഇനം.
22 ലക്ഷം 23 ലക്ഷം രൂപയുള്ള കാറ് 26 എണ്ണമാണ്. ഒന്നിനും കാശില്ല, എല്ലാവരും സഹായിക്കണേ, നമ്മൾ ഒന്നിച്ച് മുന്നോട്ടിറങ്ങണേ, കേരളം പ്രളയത്തിൽ നശിച്ചുപോയി എന്ന് പറഞ്ഞ് ഇരന്നുകൊണ്ട് ലോകം മുഴുവൻ നടന്ന കേരള സർക്കാർ ഈ പ്രളയത്തിന് ശേഷം 26 ഇന്നോവ കാറാണ് മന്ത്രിമാർക്ക് സുഖിക്കാൻ വേണ്ടി വാങ്ങിക്കൂട്ടിയത്. അതിന്റെ അർത്ഥം ഇവിടെ നടക്കുന്നത് നഗ്നമായിട്ടുള്ള അഴിമതിയാണ്, ശുദ്ധ അസംബന്ധമാണ് നടക്കുന്നത്. ജനങ്ങളോട് ചെലവ് ചുരുക്കി ജീവിക്കാൻ ആവശ്യപ്പെടുകയും ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് സർക്കാരിന് ദുരിതം തീർക്കാൻ കൊടുക്കാൻ പറയുകയും ചെയ്യുന്ന കാലത്താണ് സർക്കാർ ധൂർത്തടിക്കാൻ വേണ്ടി 26 ഇന്നോവ വാങ്ങാൻ വേണ്ടി സർക്കാർ പൈസ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതിന് സാന്ദർഭികം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ തട്ടിപ്പാണ്. ഇപ്പൊ ശബരിമല ഉയർത്തിക്കൊണ്ടുവന്നത് തന്നെ വലിയ 2-3 പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കാനാണ്. ഒന്ന്, ഓഖി ദുരന്തത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് എന്ത് ചെയ്തു? 2, ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് എന്തായി? 3, തിയേറ്ററിൽ വെച്ച് പീഡിപ്പിച്ച മൊയ്തീൻ എന്ന് പറഞ്ഞ ആൾക്ക് ജാമ്യം കൊടുത്തു വിട്ടത് എന്തുകൊണ്ട്? 4, വലിയ പ്രളയത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായി, അതിനുവേണ്ടി പിരിച്ച പണമൊക്കെ എന്ത് ചെയ്തു? ഈ 4 വലിയ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാണ് ശബരിമല എന്നും ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് മാധ്യമ കൂലിത്തൊഴിലാളികൾ പോലും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് റൂൾ 3B ആർത്തവ സമയത്തും പുലവാലായ്മ സമയത്തുമുള്ള അശുദ്ധി കാരണമായവ കൊണ്ട് ഒരു ദേവതയുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നമ്മൾ ആരും ചെയ്യാത്ത കാര്യമാണ്. ആണും പെണ്ണും പുലവാലായ്മയുള്ളപ്പോഴും അശുദ്ധിയുള്ളപ്പോഴും അകത്ത് കടക്കാറില്ല. അതെന്തുകൊണ്ടാണ് അകത്ത് കടക്കാത്തത്? അത് ദേവതയോട് ബഹുമാനമുള്ളതുകൊണ്ടാണ് കടക്കാത്തത്. ആചാരങ്ങളിൽ വിശ്വാസമുള്ളവന്റെ പേരാണ് ഹിന്ദു. ആചാരങ്ങളിൽ വിശ്വാസമുള്ളവനെ ഹിന്ദു, വിശ്വാസമില്ലാത്തവനെ ഹിന്ദു എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഹിന്ദു മതത്തിന്റെ ആരാധനാലയമായിട്ടുള്ള ഈ ശബരിമല ക്ഷേത്രത്തിൽ ആർക്കും എപ്പോഴും എന്ത് രീതിയിലും കടക്കാമെന്ന് പറയുമ്പോൾ അതിന് ദുഷ്ടലാക്ക് വളരെ അധികമാണ്. ശരി, ഹിന്ദു മതത്തിൽ തന്ത്രശാസ്ത്രത്തിൽ തന്ത്രസമുച്ചയത്തിൽ ഇത്തരത്തിൽ അശുദ്ധിയുണ്ട്, അതുകൊണ്ട് ചിലരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ സാമൂഹിക പ്രവർത്തകനെന്നും ദളിത് പ്രവർത്തകനെന്നും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന സണ്ണി കപ്പിക്കാട് തന്ത്രസമുച്ചയം കത്തിക്കുകയുണ്ടായി അടുത്ത കാലത്ത്. ഹിന്ദുക്കളുടെ പ്രാമാണികമായ തന്ത്ര സംവിധാനങ്ങൾ വിവരിക്കുന്ന തന്ത്രസമുച്ചയം നടുറോട്ടിൽ വെച്ച് കത്തിച്ചു ദളിത് പ്രവർത്തകനായ സണ്ണി കപ്പിക്കാട്. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആദ്യം കത്തിക്കേണ്ടത് ബൈബിളാണ്. അതെന്താ കാരണം? ബൈബിളിന്റെ പഴയ നിയമത്തിൽ ലിവിറ്റിക്കസ് എന്ന 3-ാമത്തെ അധ്യായത്തിൽ ഞാനത് വായിക്കാം. ലിവിറ്റിക്കസ് എന്ന് പറയുന്ന മോസസിന്റെ പുസ്തകത്തില് പഴയ നിയമത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 33 വരെയുള്ള വചനങ്ങൾ സ്ത്രീകളുടെ ആർത്തവത്തെ സംബന്ധിച്ചുള്ളതാണ്. എന്താ പറയുന്നത്? Whenever a woman has a menstrual period, she will be ceremonically unclean for 7 days. Anyone who touches her during that time will be unclean until evening. Anything on which the woman lies or sits during the time of a period will be unclean. എന്താ അർത്ഥം? എപ്പോഴെപ്പോഴാണോ ഒരു പെണ്ണിന് ആർത്തവം ഉണ്ടാവുന്നത് ആ സമയത്ത് അവൾ 7 ദിവസം അശുദ്ധയായിരിക്കുമെന്ന് ബൈബിളിലെ 3-ാമത്തെ പുസ്തകമായ ലിവിറ്റിക്കസിൽ 19-ാമത്തെ വചനം മുതൽ 33-ാമത്തെ വചനം വരെ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അതുമാത്രം അവിടെ നിൽക്കുന്നില്ല. Anyone who touches her during that time will be unclean. ആരെങ്കിലും ആ സമയത്ത് സ്ത്രീയെ തൊട്ടാൽ അവനും അശുദ്ധനായി എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ അത്രയൊന്നും പറഞ്ഞില്ല. ഹിന്ദുക്കൾ അത്രയൊന്നും ക്രൂരമായിട്ട് സ്ത്രീകളെ മാറ്റി നിർത്തിയില്ല. ശരി, കോടതിയോടും കേസ് കൊടുത്തവന്മാരോടും അതിന്റെ കോടതി ചെലവിൽ വിപ്ലവം നടത്തുന്നവരോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും ആണത്തമുള്ള ഒരുത്തൻ ബൈബിളിലെ ഈ വചനങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് ഈ വചനങ്ങൾ നീക്കം ചെയ്യാൻ പറയുമോ? അതിന് നട്ടലുണ്ടോ? ചെയ്യുമോ? ചെയ്യില്ല. കാരണം സംഘടിത മതമാണ്, നല്ല പേടിയുണ്ട്. സംഘടിതരല്ലാത്ത ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതപ്പെടുന്ന ഹിന്ദുവിനെ ഏത് രീതിയിലും അവരുടെ ക്ഷേത്രങ്ങളിൽ എന്ത് രീതിയിലും പോലീസിനെ കയറ്റി അക്രമം കാണിക്കാം. ഇത് നിങ്ങൾ പഠിച്ച പാഠമാണ്. അവിടെ തീരുന്നില്ല. മെൻസസിന്റെ സമയത്ത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ഇരിക്കുന്ന സ്റ്റൂള്, കസേര, അവൾ തൊടുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായി തീരുമെന്ന് ബൈബിൾ പറയുന്നു. കേട്ടോളൂ. ആ അശുദ്ധിയുള്ള ആർത്തവ സമയത്ത് ആ സ്ത്രീയെ തൊടുന്നവളും സ്ത്രീ തൊടുന്നവളും അവൾ ഇരിക്കുന്ന എനിത്തിങ് ഓൺ വിച്ച് ദ വുമൻ ലൈസ്, കിടക്കുന്ന കിടക്ക, പായ, ഓർ സിറ്റ്സ്, ഇരിക്കുന്നത്, അതെല്ലാം ഡ്യൂറിംഗ് ദിസ് ടൈം ഓഫ് എ പീരിയഡ് വിൽ ബി അൺക്ലീൻ.
ആ സമയത്ത് എല്ലാം തന്നെ അശുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. അവൾ ഇരിക്കുന്ന പീഠം, അവൾ ഇരിക്കുന്ന കസേര, അല്ലെങ്കിൽ സ്റ്റൂള്, അല്ലെങ്കിൽ കിടക്കുന്ന പായ, തലയണ എല്ലാം അശുദ്ധമാണെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. സണ്ണി കബിക്കാടെ, സുനിൽ പി ഇളയടമേ, നവോത്ഥാനത്തിന്റെ കച്ചകെട്ടി ഹിന്ദുവിനെ മാത്രം നന്നാക്കാൻ ഇറങ്ങി നടക്കുന്ന സകലമാന പള്ളിച്ചെലവിൽ ജീവിക്കുന്നവന്മാരോട് ഒരു ചോദ്യമുണ്ട്. ഈ വചനങ്ങൾ വെച്ച് ബൈബിൾ നടുറോട്ടിൽ കത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് പേടിയുണ്ട്. സംഘടിത മതങ്ങൾ നിങ്ങളെ കൊന്നുകളയും എന്ന പേടി നിങ്ങൾക്കുണ്ട്. ഹിന്ദു എന്തൊക്കെ തെറി കേട്ടിട്ടും മിണ്ടാതെ അനങ്ങാതെ സഹിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. കേട്ടോളൂ. ഇഫ് യു ടച്ച്, അവിടെ തീരുന്നില്ല. If any one of you touch a bed, you must wash your clothes and bathe yourself in water, and you will remain unclean until evening. Suppose നിങ്ങളുടെ ഭാര്യയോ മകളോ അല്ലെങ്കിൽ ആർത്തവമുള്ള സ്ത്രീയോ ഇരുന്ന ഒരു കസേരയോ അല്ലെങ്കിൽ അവൾ കിടന്ന ഒരു കിടക്കയോ നിങ്ങൾ അറിയാതെ തൊട്ടുപോയാൽ നിങ്ങൾ തുണി അലക്കി കുളിച്ചുകൊള്ളണം. മാത്രവുമല്ല, നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം വരെ അശുദ്ധി ഉണ്ടാവുന്ന പറഞ്ഞു. അൺടിൽ ഈവനിങ്, വൈകുന്നേരം വരെ നിങ്ങൾ അശുദ്ധരായിരിക്കുന്ന ബൈബിൾ പറയുന്നത്. എന്തിനാ വായിക്കുന്നതെന്നറിയോ? ഹിന്ദുക്കളൊന്നും മിഴി തുറക്കാൻ വേണ്ടി വായിക്കുകയാണ്. പിന്നെ ഇഫ് യു ടച്ച് എനി ഒബ്ജെക്ട് ഷീ ഹാസ് സാറ്റ് ഓൺ, യു മസ്റ്റ് വാഷ് യുവർ ക്ലോത്ത്സ് ആൻഡ് bathe yourself in water and you will remain unclean until evening. വൈകുന്നേരം വരെ നിങ്ങൾ അശുദ്ധരായിരിക്കും. എങ്ങനെയാണെങ്കിൽ? വലിയ ശബ്ദം ബഹളം വരുന്നല്ലോ. അതെന്താ? ഒരു അശുദ്ധയായ സ്ത്രീ, ആർത്തവകാലീനയായ സ്ത്രീ തൊട്ട വസ്തുക്കൾ മറ്റൊരു പുരുഷൻ തൊട്ടാൽ പോലും അവൻ വൈകുന്നേരം വരെ അശുദ്ധിയുണ്ടെന്ന് അവൻ സചേല സ്നാനം നടത്തണം, തുണി അടക്കം അലക്കി കുളിക്കണമെന്ന് പറയുന്നു ബൈബിൾ. ഒരു ശവത്തിന്റെ വില പോലും സ്ത്രീക്ക് കൊടുക്കാത്ത ഗ്രന്ഥങ്ങളിലൂടെ ഉണ്ടായിരിക്കെ തന്ത്രസമുച്ചയം എടുത്ത് കത്തിക്കുകയും ശബരിമലയിൽ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്ത തന്ത്രിയെ നടുറോട്ടിൽ കളിയാക്കുകയും ചെയ്ത നിങ്ങൾക്ക് എന്തെങ്കിലും മാനവും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന്. ഈ നിയമം ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമായി തീരുന്നത് എങ്ങനെയാണ്? കാരണം നമ്മൾ മറ്റു മതങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് കോടതിയിൽ കേസ് കൊടുത്ത് മതങ്ങൾക്കെതിരെ ഒന്നും സമ്പാദിക്കാറില്ല. എല്ലാ മതങ്ങളെയും ഭാരതത്തിലേക്ക് സ്വീകരിച്ച് തന്റെ ഭാഗമാക്കിയവളാണ് ഭാരതം. റൂൾ 3B എടുത്തു കളയുക മാത്രമാണ് കോടതി ചെയ്തത്. സുപ്രീം കോടതി കേരള ഗവൺമെന്റിനോട് എന്തു പറഞ്ഞിട്ടില്ല? എത്രയും പെട്ടെന്ന് ഈ വിധി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല, ഡിറക്ഷൻ കൊടുത്തിട്ടില്ല. വിധി പറയുക മാത്രമാണ് ചെയ്തത്, വായിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പിറവം പള്ളിയുടെ കേസിൽ വിധി പറയുക മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണമെന്ന് ഡിറക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. ശബരിമലയിൽ കാണിക്കുന്ന ഉത്സാഹത്തിന്റെ പകുതി പിറവം പള്ളിയിൽ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ന്യായം കിട്ടിയ വിഭാഗക്കാർക്ക് ആ പള്ളിക്കകത്ത് കടക്കാമായിരുന്നു. നിങ്ങൾ ടി വിയിൽ കണ്ടു കാണുന്ന ഒരാൾ ടെറസിന് മേലെ കയറി താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ വലിയ വീരശൂര പരാക്രമികളായ പോലീസുകാരന്മാരെ താഴെ വലയും വിരിച്ചുകൊണ്ട് നിൽക്കുന്നു, വായും തുറന്ന് നിൽക്കുന്നു, പേടിച്ച് മുട്ടിടിച്ച് നിൽക്കുന്നു. ഡിവൈഎസ്പിയും എസ്പിയും ഒക്കെ എല്ലാവരും സമാധാനപരമായിട്ട് അവിടെ പേടിച്ചരണ്ട് നിൽക്കുന്നു. ശബരിമലയിലോ ഭക്തർ 10 പേർ കൂടി നിന്ന് ശരണം വിളിച്ചാൽ ചുറ്റും കൂടി നിന്ന് അടിച്ചും ഓടിച്ചും പട്ടികളെപ്പോലെ തല്ലിയും വീഡിയോ പിടിച്ചും ഭീഷണിപ്പെടുത്തിയും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തും 37,500 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സംഘടിക്കുക, ശക്തരാകുക എന്ന വാക്കുകളുടെ ബലം എന്താണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന്. അത് SNDPയെ പറ്റി അല്ല പറഞ്ഞത്, ഹിന്ദുക്കളുടെ മൊത്തം പറഞ്ഞതാണ്. സംഘടിച്ച് ശക്തരാവണം. സംഘടിക്കുന്ന എന്തിനാണ്? നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും നീതിപീഠത്തിന്റെ മറവിൽ കവർന്നുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി നാം സംഘടിക്കേണ്ടതുണ്ട്. കോടതി അശുദ്ധിവാദത്തെ തള്ളിക്കളഞ്ഞ് എല്ലാവർക്കും ഏത് സമയത്തും കയറാമെന്ന് പറഞ്ഞു മാത്രം, അല്ലാതെ സർക്കാരിനോട് കയറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ പ്രവർത്തിക്കുന്നത് കയറ്റിയേ അടങ്ങൂ എന്ന പേരിലാണ്. അത് ദുഷ്ടലാക്കാണ്, കോടതി വിധി നടപ്പാക്കലല്ല. മറിച്ച് പിറവം പള്ളിയുടെ കേസിൽ അങ്ങനെയല്ല ഉണ്ടായത്. പിറവം പള്ളിയിൽ നടന്നെന്താണ്? ന്യായം ലഭിച്ച പള്ളിയിലച്ഛൻ പോലീസിന്റെ സഹായത്തോടു കൂടി പിറവം പള്ളിയിലേക്ക് പോകുമ്പോൾ അന്യായമായി അവിടെ ഇരിക്കുന്ന അച്ഛനും കൂട്ടരും കൂടി ചെയ്തത് കൂട്ടമണിയടിക്കുകയാണ് ചെയ്തത്. കൂട്ടമണിയടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അപായ സിമ്പൽ കൊടുക്കുകയാണ്. അവരുടെ വിശ്വാസികൾക്ക് ഇതാ ഇവിടെ വലിയ എന്തോ അപായം വരാൻ കൊണ്ട് എല്ലാവരും ഓടിക്കൂടിക്കോളൂ എന്ന് പറയുന്നത് മതത്തിന്റെ സിമ്പലാണ്. അങ്ങനെ ആളുകൾ ഓടിക്കൂടുകയും അവരാണ് ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് പോലീസ് പിന്നോട്ട് പോവുകയും ചെയ്തത്. ഇപ്പൊ മണിയടിച്ച അച്ഛനെ നമ്മുടെ തന്ത്രിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നമ്മുടെ തന്ത്രി എന്താ ചെയ്തത്? യുവതി വന്നപ്പോൾ നട അടച്ചോ? ഇല്ല. യുവതി വന്ന് തൊഴുതു പോയി. യുവതികൾ രണ്ടുപേരും തൊഴുതുപോയി.
തൊഴുതവർ പോയ ശേഷമാണ് സ്വാഭാവികമായിട്ടുള്ള 1 മണിക്കൂർ നേരത്തെ പുണ്യാഹം ചെയ്ത് ശുദ്ധികലശം നടത്തി വീണ്ടും നട തുറന്നത്. ഇങ്ങനെ അവരെ തൊഴുന്നതിൽ നിന്ന് അവരെ തടയാഞ്ഞ തന്ത്രി കുറ്റക്കാരനും മറ്റേ പള്ളിയിലച്ചൻ പോലീസുകാരോട് അടുത്ത് കിടക്കാൻ നേരത്ത് അപായമണിയടിച്ച് ആളുകളെ കൂട്ടി അവരെ പുറത്താക്കിയ പള്ളിയിലച്ചൻ വിശുദ്ധനുമാണ് ഇന്നത്തെ കപട നവോത്ഥാനക്കാർക്ക്. തന്ത്രി എന്താ ചെയ്തത്? തൊഴുന്നതിൽ നിന്ന് അവരെ അട്ടി പുറത്താക്കിയില്ല. 2 യുവതികൾ പുരുഷവേഷം കെട്ടിയിട്ട് പോലീസിന്റെ സഹായത്തോടുകൂടി കടന്നപ്പോൾ നട അടച്ചിട്ടില്ല. അവർ തൊഴുതു പോയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നാൽക്കാലികൾ ക്ഷേത്രത്തിൽ കടന്നാൽ, വിശേഷിച്ച് നായ ഒക്കെ കടന്നു കഴിഞ്ഞാൽ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ നാൽക്കാലി നവോത്ഥാനം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ അപഹാസ്യരാകും. കാരണം ഇവിടെ വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മത സംവിധാനങ്ങളിൽ മാത്രം പോലീസും ഫോഴ്സും അതും ഇതും ഉപയോഗിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് ഇതേ കാര്യം കോടതി ഡയറക്റ്റീവ് കൊടുത്ത പിറവം പള്ളിയുടെ കേസിൽ പോലും നടപ്പിലാക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ വിശദമായി പഠിക്കണം. അതിന് മുഴക്കം പോരാ, അർത്ഥബോധമുണ്ടാകണം. കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കണം. അതവിടെ നിൽക്കട്ടെ. വിവേകാനന്ദ സ്വാമികളിലേക്ക് മടങ്ങി വരാം. എല്ലാം കണക്ട് ചെയ്ത് പറയണല്ലോ. മാഡം ബ്ലവട്സ്കിയും ഹെൻറി ഓൾക്കോട്ടും കൂടി ചേർന്ന് ആര്യസമാജം ഉണ്ടാക്കി മഹർഷി ദയാനന്ദന്റെ അതിനെ തലപ്പത്തിരുത്തി. എന്തിനു പറയുന്നു? അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് വേദത്തെ അദ്ദേഹം നന്നായി വ്യാഖ്യാനിച്ചു കൊടുത്തു. ചില കാര്യങ്ങളൊക്കെ തിരികെ കയറ്റിയും വെട്ടിച്ചുരുക്കിയും ഹിന്ദുക്കളുടെ വിഗ്രഹ ആരാധനയൊക്കെ കളിയാക്കിക്കൊണ്ടുമൊക്കെ ദയാനന്ദൻ ഇതുപോലെ തന്നെ ഒരു കപട നവോത്ഥാനം വന്ന് നയിച്ചു. വിഗ്രഹാരാധന തെറ്റാണെന്ന് പ്രചരിപ്പിച്ചു. അതേ സമയത്ത് വിവേകാനന്ദ സ്വാമികൾ മൈസൂർ മഹാരാജാവിന്റെ അടുത്ത് പോയ സമയത്ത് മൈസൂർ മഹാരാജാവ് വിഗ്രഹാരാധനയ്ക്ക് എതിരായിരുന്നു. ഈ പറഞ്ഞ ഫ്രീമേസൺ തിയോസഫിക്കൽ ഐഡിയയില് ഭാരതത്തിൽ 75% വരുന്ന രാജാക്കന്മാരും ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. മാഡം ബ്ലവട്സ്കിയുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് മഹാരാജാക്കന്മാരെല്ലാം സ്വാധീനിച്ചിട്ട് വിഗ്രഹാരാധനയ്ക്കും ക്ഷേത്രത്തിനും എതിരാക്കി തീർത്തു ഈ കള്ളന്മാര്. അതിലറിയാതെ പോയി പെട്ടയാളാണ് മഹർഷി ദയാനന്ദ സരസ്വതി. മൈസൂർ മഹാരാജാവ് വിവേകാനന്ദ സ്വാമിയോട് തർക്കിച്ചു. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വെറും കല്ലും മണ്ണുമാണ്, അതിലെങ്ങനെ ചൈതന്യം ഉണ്ടാവും, അതെങ്ങനെ ഈശ്വരനാവും എന്നൊക്കെ പറഞ്ഞു. കുറെ സംസാരിച്ചിട്ടും മനസ്സിലാക്കാത്ത രാജാവിനോട് ചോദിച്ചു, വലിയൊരു പടം വരച്ചു വെച്ചിരിക്കുന്നത് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്റെ അച്ഛൻ തമ്പുരാന്റെ പടമാണ്. ശരി, വിവേകാനന്ദ സ്വാമികൾ അവിടെ നിന്ന് ശിവായിയെ കൊണ്ട് വിളിച്ചു, വാടോ എന്ന് പറഞ്ഞു. ശിവായി ഓടി വന്നപ്പോ ശിവായിയോട് സ്വാമിജി പറഞ്ഞു, തുപ്പടാന്ന് പറഞ്ഞു. എവിടെ തുപ്പാൻ? മഹാരാജാവിന്റെ അച്ഛന്റെ ഛായാപടത്തിൽ തുപ്പാൻ പറഞ്ഞു. ശിവായി പേടിച്ച് നിൽക്കുകയാണ്. മഹാരാജാവ് അത്ഭുതപ്പെട്ടു. എന്താ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു? എന്റെ അച്ഛന്റെ പടമല്ലേ അത്, എന്തിനാ തുപ്പാൻ പറയണത്? അപ്പോ സ്വാമിജി തിരിച്ചു ചോദിച്ചു, അല്ല അത് അച്ഛന്റെ പടമൊന്നുമല്ലല്ലോ, അത് വെറും എണ്ണച്ചായമല്ലേ? വെറും തുണിയും എണ്ണച്ചായവും നിങ്ങളുടെ അച്ഛനാവുന്ന എങ്ങനെയാണ്? ഉടനെ മഹാരാജാവ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താണ്? ഗുരുവായൂരപ്പന്റെ ശിലയിൽ കൊത്തിയ ഒരു രൂപം കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന യഥാർത്ഥ ഗുരുവായൂരപ്പനെ തന്നെയാണ്, ഈശ്വരനെ തന്നെയാണ്. ഏത് വിഗ്രഹം കാണുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈശ്വരനെ തന്നെയാണ്, ആ കല്ലിനെയോ മണ്ണിനെയോ അല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് ഈ എണ്ണച്ചായത്തിലൂടെ അച്ഛനെയും അച്ഛൻ എന്ന മഹാത്മാവിനെയാണ് അയാൾ കാണുന്നത്. അതുപോലെ നമ്മൾ വിഗ്രഹങ്ങളിലൂടെ പരമ്പൊരുളായ ഈശ്വരനെ കാണുന്നവരാണ് ഹിന്ദുക്കൾ. അപ്പൊ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ കല്ലിനെയും മണ്ണിനെയും പൂജിക്കലല്ല, കല്ലിലൂടെയും മണ്ണിലൂടെയും പൂജിക്കലാണ്. നമുക്ക് ഏകാഗ്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില ബിംബങ്ങളാണ് അവ. മാത്രവുമല്ല, വായുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പറഞ്ഞാൽ എല്ലായിടത്തും വായുവുണ്ട്. എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും? പറ്റില്ല. അപ്പോഴാണ് എളുപ്പപ്പണി. എന്താണ്? ഒരു ബലൂൺ വായു നിറച്ച് അങ്ങനെ വെച്ചിരിക്കും, മനോഹര ബലൂൺ. അപ്പൊ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമുണ്ട്, അല്ലെ? മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു വിഗ്രഹത്തെ ആശ്രയിക്കുന്നു. അത് അയ്യപ്പന്റേതാവാം, രാമന്റേതാവാം, കൃഷ്ണന്റേതാവാം, ആരുടേതാവാം. അത് ഇഷ്ടത്തിനനുസരിച്ചാണ്. ഏകാഗ്രതയുടെ പരമമായ അവസ്ഥയിൽ രൂപങ്ങളെല്ലാം മാറുകയും നാദത്തിനും രൂപത്തിനും അതീതമായ പരമ്പൊരുള്ള ഒരാൾ സാക്ഷാത്കരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പദ്ധതി. അതിന്റെ നെടുന്തൂടാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാരാധനയിലൂടെ ഭൗതികമായ ക്ലേശങ്ങൾ തീരുകയും രോഗങ്ങൾ ശമിക്കുകയും മനസ്സിന് സ്വാസ്ഥ്യമുണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. രാവിലെ കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന ഒരാൾ 41 ദിവസം അത് ചെയ്തു കഴിയുമ്പോൾ അവൻ പ്രാർത്ഥിച്ചത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ 2058 വരെയൊക്കെ ഉദയാസ്തമയ പൂജ ബുക്ക്ഡ് ആണ് ഓൾറെഡി. എന്താ കാരണം? ഒരു ഫലവും കിട്ടാതെ ഗുരുവായൂരപ്പനെ തൊഴാൻ പോവില്ലല്ലോ. ജനങ്ങൾക്ക് അവരുടെ ഭവരോഗങ്ങളും പ്രശ്നങ്ങളും അവരുടെ ദുരിതങ്ങളും തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളെ ആശ്രയിക്കുന്നത്. ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഈറ്റില്ലങ്ങളാണ്. ഏതായാലും ശരി, വിഗ്രഹാരാധനയെ പറ്റി എതിർപ്പുണ്ടായിരുന്ന മാഡം ബ്ലവട്സ്കിയും ഹെൻറി ഓൾക്കോട്ടും കൂടി ചെയ്ത പണി
വേദപണ്ഡിതനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ദയാനന്ദ സരസ്വതിയെ സ്വാധീനിച്ച് അത്തരത്തിൽ വേദങ്ങൾക്ക് ഭാഷ്യം, രാഷ്ട്രീയ ഭാഷ്യങ്ങൾ രചിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതിന് ഫലം കണ്ടു. അങ്ങനെയാണ് ആര്യ സമാജം വലിയ തോതിൽ അന്ന് കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പിന്നീട് ലാലാ ലജ്പത് റായിയെ പോലുള്ള ആൾക്കാർ പോലും ഇതിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയിട്ടുമുണ്ട്. അത് വേറെ വിഷയം. വിവേകാനന്ദ സ്വാമികൾ ഇതേ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അമേരിക്കയിൽ ഷിക്കാഗോയിൽ പോയിട്ട് അവരെ കണ്ടു. എന്തിനാണെന്നറിയാം? സ്വാമിജി പറഞ്ഞു, എനിക്ക് മതമഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്വാമിജി പറഞ്ഞു, എനിക്ക് മതമഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ ആഗ്രഹം തിയോസഫിക്കൽ സൊസൈറ്റിക്കാരെ അറിയിച്ചു. ഉടനെ തിയോസഫിക്കൽ സൊസൈറ്റിക്കാർ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? മഹർഷി ദയാനന്ദനെ പോലെ നിങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേരണം, എന്നാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം വാങ്ങിത്തരാം. നാട്ടുകാരുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. ഏതെങ്കിലും വീട്ടിൽ നിന്ന് അല്പം അരി ആഹാരം കിട്ടുമല്ലോ. ശരി. അപ്പോ അന്യനാട്ടിൽ, ആരും അറിയാത്ത നാട്ടിൽ 1893 ഇന്നത്തെ കാലമല്ല, ഇന്നത്തെ കാലത്താണ് പല രീതിയിൽ നാടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, ടെക്നോളജി ഉണ്ട്. അന്ന് ഒരു ടെക്നോളജി ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രവാചകനായി അറിയപ്പെടുന്നത്, എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രവാചകനായി അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിൽ, ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ആ കാലത്ത് അവിടെ പോയി വെന്നിക്കൊടി പാറിച്ചതുകൊണ്ടാണ്. അങ്ങനെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഓഫീസിൽ പോയി ആവശ്യപ്പെട്ട ഇദ്ദേഹത്തെ അവർ കളിയാക്കി വിടുക ചെയ്തത്. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ ചേരണം. ഇപ്പൊ സ്വാമിജി പറഞ്ഞു ഇറങ്ങാനായി. അപ്പോ വിവേകാനന്ദ സ്വാമികളോട് അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ചേരണം. എന്താ സൊസൈറ്റി? സൊസൈറ്റി വിഗ്രഹാരാധനയ്ക്കെതിരാണ്, സൊസൈറ്റി യൂണിറ്റേറിയൻ കാഴ്ചപ്പാടുള്ളതാണ്. അതിന്റെ ചിട്ടവട്ടവും നിയമാവലിയൊക്കെ കണ്ടപ്പോൾ സ്വാമിജി പറഞ്ഞു, നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ എനിക്ക് സാധിക്കില്ല. മഹർഷി ദയാനന്ദൻ അവരെ കുടുക്കിയ ആൾക്കാരാണ്, ആര്യ സമാജത്തെ. സ്വാമിജി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, കാരണം നിങ്ങളുടെ സംഘടനയുടെ തത്വങ്ങളോട് യോജിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇത് ബുദ്ധമതം ക്രിസ്തുമതത്തിൽ ഉൽപ്പാദിപ്പിച്ച വിത്താണെന്ന് സ്വാമിജി നന്നായി മനസ്സിലായി. തിയോസഫിക്കൽ സൊസൈറ്റി, അതുപോലെ ആര്യ സമാജം, ഇതെല്ലാം ബുദ്ധമതം ക്രിസ്തുമതത്തിൽ ഉൽപ്പാദിപ്പിച്ച വിത്ത് പോലെ തോന്നപ്പെടുന്നു. സ്വാമിജി അവർ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ സ്വാമിജിയെ പറ്റി അവർ പറഞ്ഞെന്താണെന്നറിയോ? ഈ ചെകുത്താൻ അമേരിക്കൻ ഐക്യനാടുകളിൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞ് പട്ടിണി കിടന്ന് ചത്തുപോയിക്കൊള്ളും. എന്താ പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികൾ എന്ന നമ്മുടെ നരേന്ദ്രനാഥ് ദത്തൻ എന്ന പൂർവ്വനാമമുള്ള മഹാത്മാവ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു സുഹൃത്തു പോലുമില്ലാതെ, ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്ന് അലഞ്ഞ് ചത്തുകൊള്ളും. പറഞ്ഞ വാക്ക് ദ ഡെവിൾ ഷാൽ ഡൈ, ഈ ചെകുത്താൻ മരിച്ചോളുന്നാണ്. ആരെ പറ്റി പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികളെ പറ്റി പറഞ്ഞു. പക്ഷെ ഒരാൾ മരിക്കണോ, ജീവിക്കണോ, പ്രശസ്തനാവണോ, നന്നാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പരമാത്മാവാണ്, അല്ലാതെ ഏതെങ്കിലും സംഘടനയല്ല. ഏതെങ്കിലും സംഘടന പാര വെച്ചാൽ അല്പകാലത്തേക്ക് അഗ്നി പടരുന്ന തടയാമെങ്കിലും അത് പിന്നീട് കാട്ടുതീയായി പടരുമ്പോൾ ആ സംഘടന തന്നെ ചുട്ട് ചാമ്പലാക്കപ്പെടുമെന്നുള്ളത് അനുഭവമാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ശരി, നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട. സ്വാമിജി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്നായി. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഇത്തരം അവസരങ്ങൾ ഉണ്ടാവും. ആരും സഹായിക്കാനില്ലാത്ത കാലം. ഇപ്പോഴത്തെ കേരളത്തിലെ ഹിന്ദുവിന്റെ അവസ്ഥ, ആര് സഹായിക്കും? എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതിസന്ധികളാണ് എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കാലമുണ്ടാവും. പക്ഷെ ആ കാർമേഘമൊക്കെ മാറും. ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിയിൽ വിശ്വാസമുണ്ടെങ്കിൽ 100% ഈ വിഷമങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്യും. നല്ലൊരു ഭാവി നമുക്കുണ്ടായിത്തീരുകയും ചെയ്യും. ഒരുപാട് പാഠങ്ങൾ നമ്മളെ ദുഃഖം പഠിപ്പിക്കും. സുഖം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്. സുഖ സമയത്ത് നമ്മൾ ആനന്ദിച്ച് ആസ്വദിച്ച് നശിപ്പിക്കും. എന്നാൽ ദുഃഖമുള്ള സമയത്ത് നമ്മൾ ഇരുന്ന് ചിന്തിക്കും, എങ്ങനെ ഈ ദുഃഖം വന്നു, എന്തുകൊണ്ട് എനിക്ക് ദുർവിധി വന്നു എന്ന് ദുഃഖം പഠിപ്പിക്കും. അതുകൊണ്ട് സുഖത്തെക്കാൾ നല്ല ഗുരു ദുഃഖമാണ്. സുഖത്തെക്കാൾ നല്ല ഗുരു ദുഃഖമാണ്. ഇത് നമ്മുടെ ദുഃഖ കാലഘട്ടമാണ്. അയ്യപ്പസ്വാമിയും അവിടുത്തെ ആചാരങ്ങളും ലംഘിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ആചാരങ്ങളെ കളിയാക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇന്ന് ഫേസ്ബുക്കിൽ 1-2 സിനിമ ഉണ്ടാക്കിയിട്ട് പ്രശസ്തനായ നാഷണൽ അവാർഡൊക്കെ വാങ്ങി എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയനന്ദൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഫേസ്ബുക്കിൽ എഴുതി, വളരെ മോശമായിട്ട്, ഇവിടെ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ, പരസ്യമായി ഫേസ്ബുക്കിൽ അത്ര മോശമായി അയ്യപ്പസ്വാമിയെ തെറി വിളിച്ചിരിക്കുകയാണ് പ്രിയനന്ദൻ. നമുക്കറിയാം, കേരളത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജില്
മുഹമ്മദ് നബിയെ കളിയാക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി എന്ന പേരിൽ ഒരാളുടെ കൈവെട്ടിയ നാടാണിത്. മാഷുടെ കൈവെട്ടിയ നാടാണ്. നമ്മൾ അങ്ങനെയൊന്നും പ്രതികരിക്കേണ്ട. പ്രകൃതി ഇവർക്കൊക്കെ വേണ്ടത് കൊടുത്തോളും. ഈ പറഞ്ഞ മോശം വാക്കുകൾക്ക് കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയം നൊന്തുവല്ലോ, ആ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിയമപരമായി നമ്മൾ ഇവരെ നേരിടണം. എല്ലായിടത്തും ഇത്തരം ദുഷ്ടശക്തികൾ ഇങ്ങനെ മോശം പ്രചരിപ്പിക്കുന്നവരെ നിയമപരമായി നേരിടുക തന്നെ വേണം. അവർക്കെതിരെ കേസുകൾ കൊടുക്കപ്പെടണം. ഞാൻ പറയും. ഇപ്പൊ പ്രിയനന്ദനെ പോലെയുള്ള ആള് ഇടതുപക്ഷ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഏതാനും അവാർഡ് വാങ്ങി കൂട്ടാൻ വേണ്ടിയാണ് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ ശ്രദ്ധാമൂർത്തിയും പ്രേമമൂർത്തിയുമായ അയ്യപ്പനെ ഇത്ര മോശം പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചതെങ്കിൽ അവിടെ തീരുന്നില്ല. പ്രിയനന്ദൻ ക്രിസ്മസിനിട്ട പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും. ക്രിസ്തുവിനെ അങ്ങേയറ്റ ബഹുമാനമാണ് എന്ന് വെച്ചാൽ പേരിൽ ഹിന്ദുവും ആചരണത്തിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള വലിയൊരു വിഭാഗം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരുടെ പേര് അർബൻ നക്സലൈറ്റുകൾ എന്നാണ്. പേരിൽ ഹിന്ദു ആയിരിക്കും, പറയുന്ന മുഴുവൻ ഹിന്ദു മതത്തിനെതിരും. അപ്പൊ കേട്ടാൽ എന്താ തോന്നുക? ഹിന്ദുവിനെതിരെ പറഞ്ഞു എന്നാ തോന്നുക. ഈ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലും ചെലവും കൊടുത്ത് ചില പള്ളി മതങ്ങൾ വളർത്തുന്ന കൊടിച്ചി പട്ടികളാണ് ഇത്തരം സാംസ്കാരിക നായകന്മാരും സംവിധായകന്മാരും. മനസ്സിലാക്കി വെച്ചുകൊള്ളണം. പ്രിയനന്ദൻ എന്ന പേര് മറക്കരുത്. അത്രയ്ക്കും തെമ്മാടിയാണ് അയാൾ. അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പസ്വാമി ഇങ്ങനെ മോശമായ പദം, അത് വായിച്ചവർക്കറിയാം. നിങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന പേരെന്തെന്നറിയോ? തല്ലുകൊള്ളിത്തരം അല്ലേ? തല്ലുകൊള്ളിത്തരമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ തല്ല് നമ്മൾ കൊടുക്കില്ല. അവനെ തല്ലിയാൽ തല്ലിയ കൈ നാറും. അവനെ തല്ലേണ്ടത് കാലമാണ്. അവനെ പോലെയുള്ളവരെ, പള്ളിയുടെ ചെലവിൽ ജീവിക്കുന്ന കൊടിച്ചിപ്പട്ടികളെ കാലമാണ് നേരിടാൻ പോകുന്നത്. ശരി, വിവേകാനന്ദ സ്വാമികൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം എങ്ങോട്ട് പോകുന്നറിയാതെ തന്റെ ട്രങ്ക് പെട്ടിയുമായിട്ട് ഇങ്ങനെ തെരുവിലൂടെ നടക്കുകയാണ്. വിശന്നു വലഞ്ഞു നടക്കുന്ന യുവ സന്യാസി. അദ്ദേഹം പാറി പറന്ന മുടിയും കീറി മുഷിഞ്ഞ വസ്ത്രവുമായി നടക്കുകയാണ്. തണുപ്പിലൂടെ തെരുവിലൊരു വീട്ടിന്റെ അടഞ്ഞു കിടന്നൊരു വീടിന് മുമ്പിൽ ആരുമില്ലെന്ന് കരുതി അതിന്റെ പടിക്കലിരുന്നു. വീടിന്റെ പടിയിലിരുന്നു. ഇരുന്നിട്ട് തന്റെ ഇഷ്ടമൂർത്തിയും തന്റെ ദേവനുമായ തന്റെ ഗുരുനാഥനായ ഭഗവാൻ രാമകൃഷ്ണ പരമഹംസരെ മനസ്സിൽ ധ്യാനിച്ചു പറഞ്ഞു, ഭഗവാനെ, ഒരു തെറ്റ് ചെയ്തു പോയി. മദ്രാസിലെ ചില തലതെറിച്ച പിള്ളേരുടെ വാക്ക് കേട്ടുകൊണ്ട് ഒട്ടും അറിയാത്തൊരു നാട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു പോയി. എന്റെ ഒരേ ഒരു ആഗ്രഹം, എന്റെ സനാതന ധർമ്മത്തിന്റെ, എന്റെ ഹിന്ദു ധർമ്മത്തിന്റെ വെളിച്ചം ഈ നാട്ടിലും പകരണമെന്നും നാട്ടുകാർക്കുള്ള സൗലഭ്യത്തെ, സൗഭാഗ്യത്തെ എന്റെ നാട്ടുകാരുമായി പങ്കുവെക്കണമെന്നുള്ള ഒരേ ഒരു വിശ്വാസം മാത്രമാണ്. ഞാനിവിടെ വരാൻ കാരണം എന്റെ അറിവ് ഇവിടെ വാരി വിതറിയ ശേഷം ഇവിടെ നിന്ന് ഭിക്ഷ യാചിച്ചിട്ടാണെങ്കിലും എന്റെ നാട്ടിലെ പട്ടിണി മാറ്റണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് സ്വാമിജി പറഞ്ഞു. പ്രാർത്ഥന ഭഗവാൻ ഉടൻ തന്നെ കേട്ടു. നിയോഗമാണ് അതൊക്കെ. മഹാന്മാരുടെ ജീവിതം എല്ലാം നിയോഗങ്ങളുടെ ഒരു കളിയാണ്. അടഞ്ഞു കിടന്നു എന്ന് കരുതിയ വീടിന്റെ വാതിൽ പെട്ടെന്ന് തുറക്കുകയാണ്. മുമ്പിൽ അപരിചിതനായ അപരിഷ്കൃത വേഷധാരിയായ ഒരാളെ കണ്ട് ആ വീട്ടിലെ മധ്യവയസ്കയായ വീട്ടമ്മ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ സ്വാമിജി ക്ഷീണിതനെങ്കിലും പറഞ്ഞൊപ്പിച്ചു. ഞാൻ ഇന്നയാളാണ്, ഇന്നയിടത്തുനിന്ന് വരുന്നു, ഇന്നതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു. അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. മാറാൻ വസ്ത്രവും ആഹാരവും കൊടുത്ത ശേഷം ആ സ്ത്രീ പറഞ്ഞു, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ കാരണം? ഐക്യരാഷ്ട്രസഭയിൽ മതമഹാസമ്മേളനം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഘാടകന്റെ വീടാണത്. കോടിക്കണക്കിന് വീടുകളിൽ നിങ്ങളുടെ വീട് ഏതെന്ന് തിരഞ്ഞ് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്ന ശക്തിയാണ് ദൈവം, ഈശ്വരൻ, പരമാത്മാവ്. ദൈവം എന്ന വാക്കിനേക്കാൾ ഈശ്വരൻ എന്ന വാക്കാണ് ശരി. ദൈവം എന്ന വാക്കിന് പൂർവജന്മ കർമ്മഫലം എന്നേ അർത്ഥമുള്ളൂ. അതും ശരിയാണ്. ഇവിടെ കർമ്മം ശരിയായാലല്ലേ അങ്ങനത്തെ വീട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രൊഫസർ റൈറ്റ് എന്നോ മറ്റോ പറയുന്ന ഒരു പ്രൊഫസറുടെ വീട്ടിലാണ് അദ്ദേഹം ചെന്നത്. അദ്ദേഹം അവിടുത്തെ മതമഹാസമ്മേളനത്തിന്റെ സംഘാടകരിൽ ഒരാളായിരുന്നു. ഈ ലക്ഷോപലക്ഷം വീടുകളിൽ ഒരു വ്യക്തി, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടകന്റെ വീട്ടിൽ, അദ്ദേഹം ഒരു ബയോളജി പ്രൊഫസറായിരുന്നു. അവിടെ തന്നെ സ്വാമിജി എത്തിപ്പെടുകയാണ്. അങ്ങനെ അത്ഭുതപ്പെട്ടുപോയി. ഭഗവാൻ രാമകൃഷ്ണദേവന്റെ സർവജ്ഞത്വത്തെയും സർവവ്യാപിത്വത്തെയും, ഒരു അവതാര പുരുഷന്റെ സീമയില്ലാത്ത കരുണയുടെയും ശക്തിയുടെയും നിദാനമായിരുന്നു, തെളിവായിരുന്നു, നിദർശനമായിരുന്നു ആ സംഭവം. സ്വാമിജി തുടർന്ന് പ്രൊഫസറെ സന്ധിക്കുകയും അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രൊഫസറാണ് അദ്ദേഹത്തിന് ഈ അവസരം വാങ്ങിക്കൊടുത്തത്.
മനസ്സിലായില്ലേ? തിയോസഫിക്കൽ സൊസൈറ്റിക്കാരോ ഫ്രീമേസൻകാരോ ഒന്നുമല്ല. ഇന്നിപ്പോ നിങ്ങൾക്ക് കന്യാകുമാരി പോയി കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയും അതിന്റെ താഴെ ഫ്രീമേസൺ ആയിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ദുഷ്ടന്മാരാണ് അവർ, കള്ളന്മാരാണ്, സ്വാമിജിയെ ചെകുത്താനെന്ന് വിളിച്ചവരാണ്. ഇന്നവർ അദ്ദേഹം ഫ്രീമേസൺ ആണെന്ന് പറയുന്നു. വിവേകാനന്ദ സ്വാമികൾ അര ഫ്രീമേസൺ ആണെങ്കിൽ ദയാനന്ദ സരസ്വതി മുഴു ഫ്രീമേസൺ ആയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ശരി, തെറ്റിപ്പിരിഞ്ഞു. പിന്നീട് ദയാനന്ദനും ബ്ലവറ്റ്സ്കയും ഒക്കെ തെറ്റിപ്പിരിഞ്ഞു 4 വർഷം ജോലി ചെയ്ത ശേഷം. ശരി, ആ 4 വർഷം കൊണ്ട് ഒരുപാട് ഡാമേജ് നമ്മുടെ സംസ്കാരത്തിന് ഉണ്ടായെന്ന് മാത്രം. ഏതായാലും വിവേകാനന്ദ സ്വാമികള് അവിടെ നിന്ന് പിന്നീട് സെപ്റ്റംബർ 11 തീയതി, ഓഗസ്റ്റ് മാസം എത്തി, സെപ്റ്റംബർ 11 തീയതി ഇദ്ദേഹത്തിന് അതിഥിയായി അതുവരെ താമസിച്ചു. സെപ്റ്റംബർ 11 തീയതി വിശ്വ മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്തു, സംസാരിച്ചു. 4ാമതായാണ് സ്വാമിജി സംസാരിച്ചത്. എല്ലാവർക്കും 5 മിനിറ്റ് ആണ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. സ്വാമിജി സംസാരിച്ചപ്പോൾ അവർ മണി അടിച്ചില്ല. 5 മിനിറ്റ് 10 മിനിറ്റായി, 10 മിനിറ്റ് 20 മിനിറ്റായി. ഈ മതമഹാസമ്മേളനത്തിൽ എല്ലാ ദിവസവും അവർ സ്വാമിജി കൂടെ പ്രസംഗിപ്പിച്ചു. മറ്റുള്ളവരെല്ലാം ഓരോ ദിവസമേ പ്രസംഗിപ്പിച്ചുള്ളൂ. ആ പ്രസംഗത്തിന്റെ ആകർഷണീയത അതിന്റെ ഭാഷാശക്തി മാത്രമായിരുന്നില്ല, ആ വാക്കുകൾ നിറച്ചിരിക്കുന്ന ത്യാഗത്തിന്റെയും ഭാരതത്തിന്റെ തപസ്സിന്റെയും പാരമ്പര്യമായിരുന്നു. ഓരോ വാക്കിലും ഭാരതം എന്ന വിശുദ്ധമായ പുണ്യ പാവന ഭൂമിയുടെ ഊർജം നിറഞ്ഞിരുന്നവയാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ആദ്യമായി പോയിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയായ നീല സരസ്വതിയെ, വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയായ നീല സരസ്വതിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു, ഗുരുദേവനെ ഒന്ന് ധ്യാനിച്ചു, രാമകൃഷ്ണദേവനെ. അതിനുശേഷം പറഞ്ഞു, Sisters and brothers of America, it fills my heart in joy unspeakable to the warm and cordial welcome you have given us. I thank you in the name of millions and millions of Hindus of all classes and sects. I thank you in the name of the mother of all religion, the Hindu Dharma. ആദ്യത്തെ വാചകം സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നായിരുന്നു. അത് കേട്ട ഉടനെ സ്വാമിജി പറയുന്നുണ്ട് പിന്നീട് കത്തുകളില്, ഞാൻ ഓർത്തു ഞാനെന്തോ വലിയ അബദ്ധം പറഞ്ഞു പോയെന്നാണ്. കാരണം ചെവി അട്ടപ്പിക്കുന്ന മാതിരത്തെ കയ്യടിയാണ്. സ്വാമിജി വിചാരിച്ചു ഇത്രയും വിദ്യാസമ്പന്നരായ പരിഷ്കൃതരെന്ന് അവകാശപ്പെടുന്ന അമേരിക്കക്കാരന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അതുവരെ അവിടെ പറഞ്ഞിരുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആണ്, ആണുങ്ങളെ പെണ്ണുങ്ങളെ, അത്രയേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമിയാണ് ആദ്യമായി പറഞ്ഞത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. അവിടെയും സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തു. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ. സഹോദരീ സഹോദരന്മാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളാണെന്ന് അർത്ഥം വന്നു. ആ അമ്മ ആരാണ്? വിശ്വജനനിയായ സനാതനധർമ്മം, ഹിന്ദുധർമ്മം. കാരണം ഇവിടുന്ന് പോയ അറിവിന്റെ ശീലുകളാണ് ലോകമെമ്പാടും പല ഭാഷകളിൽ പല രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്കാരത്തിന്റെ മാനബിന്ദു, സംസ്കാരത്തിന്റെ ഈറ്റില്ലം ഭാരതമാണ്. എല്ലാ മതചിന്തകളുടെയും ഉറവിടം ഭാരതമാണ്. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക്, മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ച സംസ്കാരം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഗുരുവും ശിഷ്യനും പറയുകയാണ്, ആചാര്യനും ശിഷ്യനും പറയുകയാണ്, നാം ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ, നാം ഒരുമിച്ച് തേജസ്വികളായി തീരട്ടെ, നാം ഒരുമിച്ച് അറിവ് നേടട്ടെ, നാം തമ്മിൽ ഒരിക്കലും വിദ്വേഷം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച അറിവിന്റെ ആദാന പ്രദാന പരിപാടി ഉദ്ഘാടനം ചെയ്ത സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അല്ലാതെ സ്കൂളിൽ 32 വർഷം പഠിപ്പിച്ച് കുട്ടികളെ മിടുക്കന്മാരാക്കി അധ്യാപിക പിരിഞ്ഞു പോകുമ്പോൾ, കോളേജിൽ അധ്യാപിക പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ പേരിൽ കുഴിമാടമുണ്ടാക്കി റീത്ത് വെക്കുന്ന സംസ്കാരമല്ല ഭാരതീയ സംസ്കാരം. സഹനാവവതു, നാം ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ എന്നാണ് ഗുരുവും ശിഷ്യനും പ്രാർത്ഥിക്കുന്നത്. ശാന്തിപാഠമാണ് ഉപനിഷത്തുക്കളുടെ. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടതിന്. നമ്മൾ പഴഞ്ചന്മാരാവണം. ഏതർത്ഥത്തിൽ? സാംസ്കാരികമായി നമ്മുടെ പഴയ സത്തയിൽ നിന്ന് നാം ഊറ്റി കുടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് പുതുമക്കാരായി പോയി. അതിന് കുഴപ്പമാണ്. പഠിപ്പിച്ച അധ്യാപിക റിട്ടയർ ചെയ്തു പോകുന്ന സമയത്ത് അവർക്ക് കുഴിമാടമുണ്ടാക്കി റീത്ത് വെക്കുന്ന അധമത്വം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ കാണിക്കുമ്പോൾ അത് ഭാരതീയ സംസ്കാരമല്ലെന്ന് മാത്രമല്ല, അത് സംസ്കാരമേ അല്ല.
സംസ്കാരമില്ലാത്തവന്റെ പിതൃശൂന്യന്റെ തെളിവാണത്. ശരി. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, നാം ഒരു അമ്മയുടെ മക്കളാണ്. ഏതർത്ഥത്തിൽ? ഉപനിഷത്ത് പറഞ്ഞു, യത്ര വിശ്വം ഭവത്യേകനീടം. വേദത്തിന്റെ ഭാഷയാണ്. ഈ ഉലകം മുഴുവൻ ഒരു കുഞ്ഞു കിളിക്കൂടാണ്. നീടം, കിളിക്കൂട്. യത്ര വിശ്വം ഭവതി ഏകനീടം. ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഒരു കുഞ്ഞു കിളിക്കൂടാണ്. അമേരിക്കക്കാരനും ഇംഗ്ലീഷുകാരനും ജപ്പാൻകാരനും ചൈനക്കാരനും ആഫ്രിക്കക്കാരനും ഭാരതീയനും അടങ്ങിയ എല്ലാവരും ഇതിനുള്ളിലെ കിളിക്കുഞ്ഞുങ്ങളാണ്. നാം തമ്മിൽ സഹവർത്തിത്വം ഉണ്ടായിരിക്കണം, അറിവിന്റെ സഹകരണമുണ്ടായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചത് ഋഷിയാണ്. ആ ഋഷിമാരുടെ അനാദിയായ പാരമ്പര്യത്തിൽ സദാശിവനിൽ നിന്ന് തുടങ്ങി ശങ്കരാചാര്യരിലൂടെ ഒഴുകി നമ്മുടെ ഗുരുപര്യന്തം എത്തി നിൽക്കുന്ന സംസ്കാരത്തിന്റെ പ്രവാചകനായിരുന്നു വിവേകാനന്ദ സ്വാമി. യുഗപ്രഭാവനായ യുവ ഋഷിയായിരുന്നു വിവേകാനന്ദ സ്വാമി. സത്യം നേരിൽ ദർശിച്ചവനാണ് ഋഷി. ഋഷിർ മന്ത്രദ്രഷ്ടാരം. ഋഷി മന്ത്രദ്രഷ്ടാവാണ്, സത്യദ്രഷ്ടാവാണ്. അങ്ങനെ സത്യത്തെ നേരിട്ട് അനുഭവിച്ച വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, വി മസ്റ്റ് സീ റിലിജൻ ഫേസ് ടു ഫേസ്. We must see our ideal face to face. നമ്മളുടെ ആദർശം, നമ്മൾ മതത്തെയോ അല്ലെങ്കിൽ മൂർത്തിയെയോ ആരാധിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ നേരിട്ട് കാണണം. We must experience whatever we are wishing for. All our aspiration must be realized. It should not be a mere intellectual exercise. It should become the very part and parcel of our lives. നമ്മുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗമായി ഈശ്വരൻ തീരണം, ആരാധന തീരണം, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തു നമുക്ക് ദർശനമരുളണം, നാമായി തീരണം. റിലിജൻ ഇസ് ടു ബി ഗോഡ്. ഈശ്വരനായിത്തീരലാണ് മതത്തിന്റെ ലക്ഷ്യം. ഹിന്ദു മതത്തിന്റെ ലക്ഷ്യം ഏറ്റവും ചുരുക്കം. മറ്റു മതങ്ങൾക്ക് സ്വർഗത്തിൽ പോവുക എന്നുള്ള ലക്ഷ്യമേ ഉള്ളൂ. ഹിന്ദുമതത്തിന് ബീയിങ് ആണ്, ബീയിങ് ഗോഡ്. അതാണ് ലോകത്തിലേക്ക് വെച്ച് ശബരിമലയുടെ പ്രാധാന്യം. എന്തുകൊണ്ടായിരിക്കാം അദ്വൈത വേദാന്തത്തിന്റെ ഉത്തമവാക്യമായ മഹാവാക്യം തത്വമസി ശബരിമലയിൽ എഴുതി വെക്കാൻ കാരണം ശബരിമലയിൽ മാത്രമേ ഉള്ളൂ ആരാധനക്രമത്തിന്റെ ഭാഗമായി എപ്പോഴാണോ ഒരുവൻ കള്ളും കുടിച്ച് പാട്ടും പാടി നടന്നിരുന്ന ഒരുവൻ ആ ദുശ്ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുടുംബം നോക്കി നടക്കാൻ തുടങ്ങുകയാണ് ശബരിമല പോകാൻ നേരത്ത്. അവൻ ആ കള്ളുകൂടിയൊക്കെ നിർത്തി സ്വാമിയുടെ മുദ്ര അണിയാണ്. അയ്യപ്പ സ്വാമിയുടെ മുദ്ര അണിയുമ്പോൾ അവന്റെ പേര് അയ്യപ്പൻ എന്നാണ്. അവൻ ഏത് ജാതിയിൽപ്പെട്ടവനോ, പറയനോ പുലയനോ നായരോ ഈഴവനോ ചെറുമനോ നമ്പൂതിരിയോ ആരുമായിക്കൊള്ളട്ടെ, എപ്പോഴാണോ കഴുത്തിൽ മുദ്ര അണിയുന്നത് അപ്പോൾ അവൻ അയ്യപ്പനായി. ഏതയ്യപ്പൻ? പന്തള രാജകുമാരനായ കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം എല്ലാം അടക്കി വാഴുന്ന തിരുപ്പൊരുളായിരിക്കുന്ന കലികാല വൈഭവവും കലികാല ദൈവവുമായ ഹരിഹരസുതനായ ആനന്ദചിത്തനായ അയ്യനായ അയ്യപ്പനായ ധർമ്മശാസ്താവിന്റെ അവതാരമായ ധർമ്മശാസ്താവിന്റെ പീഠത്തിൽ അമർന്നിരിക്കുന്ന സമാധിഷ്ഠനായ അയ്യപ്പൻ തന്നെയാണ് ഈ മാലയിടുന്നവനും. പെരുമ്പട്ടിക്കാരനായാലും ശരി, കോഴിക്കോട്ടുകാരനായാലും ശരി, ഈ മാലയിട്ട് കഴിഞ്ഞാൽ ശബരിമല ധർമ്മശാസ്താവിന്റെ അവതാരമൂർത്തിയായ നമ്മുടെ ഗുരുവായ പരമഗുരുവായ അയ്യപ്പനായി. അതുമുതൽ അവന്റെ ആചാരങ്ങളും വിചാരങ്ങളും ചിന്തയും എല്ലാം ഞാൻ അയ്യപ്പൻ തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിന്റെ മനോഹരമായ ഒരു ആചരണ പദ്ധതിയാണ്, തത്വമസി എന്ന മഹാവാക്യത്തിന്റെ മനോഹരമായ ഒരു ആചരണ പദ്ധതിയാണ് ഹിന്ദുധർമ്മത്തിലെ ശബരിമല വ്രതം. ഇതിനെ നശിപ്പിക്കണം ആർക്കൊക്കെയോ. കാരണം ശബരിമലയ്ക്ക് ചുറ്റും നൂറുകണക്കിന് പള്ളികളാണ് വരുന്നത്. ഇനി കീഴടക്കാൻ ഈ മല മാത്രം. എല്ലാ മലയും അനധികൃതമായി കയ്യേറി ഫ്ലേഗ്രന്റ് ആൻഡ് ബ്ലൈറ്റന്റ് വയലേഷൻ ഓഫ് ലാൻഡ് ലോസ്, ഫ്ലേഗ്രന്റ് എൻക്രോച്ച്മെന്റ്സ് എവ്രിവെയർ. എവിടെ ഒരു കുന്ന് കണ്ടാൽ അവിടെ കൊണ്ട് കുരിശു നാട്ടുക, എന്നിട്ട് 2000-3000 ഏക്കർ വളച്ചെടുക്കുക. നിയമമൊന്നും ബാധകമല്ലാത്ത രീതിയിൽ 21-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിക്കുന്നു. ആ കുരിശ് നിയമബോധമുള്ള ഒരു കളക്ടർ പോയി പിഴുതെറിയുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത്, കുരിശിലൊക്കെ തൊടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ആലോചിക്കണ്ടേ, കുരിശൊരു വികാരമല്ലേ, വിശ്വാസമല്ലേ, തൊടാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ പോലീസിനെ ശബരിമലയിൽ കയറ്റാനും ബൂട്ട്സിട്ട് ഭക്തന്മാരെ ചവിട്ടാനും ഈ വികാരവും വിശ്വാസവും ഒന്നും ബാധകമല്ലാത്തൊരു സർക്കാർ എത്രത്തോളം മതേതരമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഊഷ്മളമായ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു എന്നാണ്
വിവേകാനന്ദ സ്വാമികൾ അവിടെ പ്രസംഗിച്ചത്. ഐ താങ്ക് യു ഇൻ ദ നെയിം ഓഫ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഹിന്ദുസ് ഓഫ് ഓൾ ക്ലാസസ് ആൻഡ് സെക്ട്സ്. എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ ജാതിയിലും പെട്ട, എല്ലാ സംഘടനയിലും പെട്ട ഹിന്ദുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. മാത്രമല്ല, ഐ താങ്ക് യു ഇൻ ദ നെയിം ഓഫ് ദ മദർ ഓഫ് ഓൾ റിലിജൻസ്. എല്ലാ മതങ്ങളുടെയും മാതാവായ, സംസ്കാരങ്ങളുടെ മാതാവായ, സംസ്കാരങ്ങളെ പ്രസവിച്ച പ്രസവിത്രിയായിരിക്കുന്ന ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞയാളാണ് സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്നെ ഹി വാസ് ദ ഫസ്റ്റ് അംബാസഡർ ടു ദ വെസ്റ്റ് റെപ്രസെന്റിംഗ് ദ ഹിന്ദുധർമ്മ. ഹിന്ദുധർമ്മത്തെ പ്രതിനിധീകരിച്ച് ലോകത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ മഹാപുരുഷൻ വിവേകാനന്ദ സ്വാമികളാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, വിവേകാനന്ദ സ്വാമിയിലുള്ളതെല്ലാം സാധകമാണ്, എല്ലാം പഠിക്കാനുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും എഴുതിയെടുത്തും മനഃപ്പാഠം ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് യുവാക്കൾ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. അദ്ദേഹം 4 വർഷത്തെ വിദേശവാസം കഴിഞ്ഞ് ഭാരതത്തിലേക്ക് തിരിച്ചു വരികയാണ് കപ്പലിൽ. അങ്ങനെ കൊളംബോയിൽ ഇറങ്ങി, ശ്രീലങ്കയിൽ ഇറങ്ങി, ഭാരതത്തിൽ വന്ന് രാമനാട്ടിൽ ഇറങ്ങി. അതായത് രാമനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനമ്പമാണ്, അറ്റമാണ്, മുനമ്പാണ്. അവിടെ ഇറങ്ങി രാമനാട് എന്ന് പറയുന്നത് നമ്മുടെ രാമസേതു ഒക്കെ വരുന്ന, അത് കഴിഞ്ഞ് രാമേശ്വരത്തേക്ക് എത്തുന്ന നാട്. രാമനാട്ടിൽ കപ്പലിൽ നിന്ന് കാലുകുത്താൻ നോക്കിയ സ്വാമിജിയെ അവിടുത്തെ രാമനാട്ടിലെ രാജാവ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമിജി, അങ്ങ് ഞങ്ങളുടെ എല്ലാം പ്രതിനിധിയാണ്. ഞങ്ങൾക്ക് അന്തസ്സുണ്ടാക്കി തന്ന, ഞങ്ങൾക്ക് അഭിമാനബോധം ഉണ്ടാക്കി തന്ന, ഞങ്ങളെ ഞങ്ങളുടെ മതം പഠിപ്പിച്ച മഹാചാര്യനാണ്. അങ്ങ് വെറും നിലത്ത് ചവിട്ടരുത്. രാജാവ് പറയുകയാണ്, എന്റെ ശിരസിൽ ചവിട്ടി വേണം അങ്ങ് ഈ ഭൂമിയിൽ ഇറങ്ങാൻ. രാമനാട്ടിലെ രാജാവ് പറയാണ് വിവേകാനന്ദ സ്വാമികളോട്, അങ്ങ് എന്റെ ശിരസിൽ ചവിട്ടി വേണം ഭാരതത്തിൽ സ്പർശിക്കാൻ. ഉടനെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, അങ്ങ് രാജാവാണ്, അങ്ങക്ക് ദേവതയുടെ സ്ഥാനമുണ്ട്, അങ്ങയുടെ വലിയ മനസ്സ് ഈശ്വരതുല്യം വളർന്നിരിക്കുന്നു, അതിന്റെ ലക്ഷണമാണ് ത്യാഗിയായ അദ്ദേഹത്തെ. സ്വാമി വിവേകാനന്ദൻ പലപ്പോഴും അദ്ദേഹത്തിനെ പറയാറുണ്ട്, പുവറസ്റ്റ് ദ പുവർ, പുവറസ്റ്റ് ബെഗർ എന്നൊക്കെ സ്വാമി സ്വയം പറയാറുണ്ട്. ഞാനൊരു ഭിക്ഷക്കാരനാണ്, ഒന്നും കയ്യിലില്ലാത്തവനാണ്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. ഒന്നും കയ്യിലില്ലാത്തവൻ, ഒരു നയാ പൈസയില്ലാത്തവൻ, അവന്റെ അറിവിന്റെ വെളിച്ചത്തിൽ, അവന്റെ ആത്മാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആദരിക്കപ്പെടുന്നു. ആ അറിവ് നിങ്ങളുടെ കലാശാലകൾ നേടിയ അറിവല്ല, ആ അറിവ് സ്വാത്മാനുഭവത്തിന്റെ അറിവാണ്. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഇന്നത്തെ കാലത്ത് അമൃതാനന്ദമയ ദീപിയൊക്കെ ആസ്വദിക്കുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് ലഭിക്കുന്നത് വെറുതെയല്ല. അത് സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കാണിച്ച് നേടുന്ന കാര്യമല്ല, അത് ആത്മാനുഭവത്തിന്റെ ശക്തിയും പ്രഭാവവുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദന്റെ ദിഗ്വിജയ പ്രസംഗത്തിന്റെ 100ാം വാർഷികത്തിൽ ഭാരതത്തിൽ നിന്ന് ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചു പോയത് മാതാമൃതാനന്ദമയ ദേവിയാണ്. 4ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. സാധാരണഗതിയിൽ ഒരു ഗ്രാജുവേഷൻ എങ്കിലും ഇല്ലാത്തവരൊന്നും അതിന്റെ അകത്ത് കടത്തില്ല. അമ്മയുടെ കാര്യത്തിലും ഇവർ 5 മിനിറ്റ് കഴിഞ്ഞ് മണിയടിച്ചില്ല, 1 മണിക്കൂർ സമയം കൊടുത്തിട്ടാണ് നിർത്തിയത്. എന്ന് പറഞ്ഞാൽ ഭാരതം എന്നും നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ അല്ല മഹാത്മാക്കളെ നിശ്ചയിക്കുന്നത്, മറിച്ച് ആത്മാനുഭവത്തിന്റെ പ്രകാശത്തിന്റെ തോതിലാണ്. വളരെ ശക്തമായ ഒരു പോയിന്റാണ്. വിവേകാനന്ദ സ്വാമികള് രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് ദേവതയുടെ സ്ഥാനമുണ്ട്, ഞാൻ അങ്ങയുടെ ശിരസിൽ ചവിട്ടില്ല, മണ്ണിലേ ചവിട്ടുന്നു. മണലിൽ ചവിട്ടിയ ആ പാദം പതിഞ്ഞ ഇടം, സ്വാമിജി കാലെടുത്ത ഉടനെ ആ മണൽ 2 കൈ കൊണ്ടും രാജാവ് കോരിയിട്ട് സ്വന്തം ശിരസിലിടുകയാണ് ഉണ്ടായത്. ഇന്നും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഡിപ്പിക്ട് ചെയ്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പറയാൻ കാരണം, ഭാരതം ഒരു സന്യാസിക്ക് കൊടുത്ത മര്യാദയുടെ പരമകോടിയായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ തിരിച്ചുവരവിന് ശേഷം നമ്മൾ കൊടുത്തത്. ആബാലവൃദ്ധം ജനങ്ങളും രാജാവടക്കം സ്വാമിയുടെ തേര് അരയിൽ കെട്ടി വലിച്ചിട്ടുണ്ട്, രഥം വലിച്ചിട്ടുണ്ട്. അതിന് കാരണം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആദർശം തികഞ്ഞുകൊണ്ട മഹാത്മാവായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത്, റൈസ് awake and stop not till the goal is reached. നിങ്ങളുടെ മഹത്തായ ആദർശങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഉറങ്ങരുത് എന്ന് വെച്ചാൽ ജാഗ്രത വെടിയരുത്, ഉണരണം. റൈസ് awake, പൂർണ്ണ ജാഗ്രത പ്രാപിക്കണം. ലക്ഷ്യം നേടും വരെ എന്തുതന്നെ വിഘ്നങ്ങൾ ഉണ്ടായാലും മുടങ്ങാത്ത പരിശീലനം, നിതാന്ത ജാഗ്രതയിലൂടെ മുന്നോട്ട് പോയി നേടണമെന്ന് സ്വാമിജി പറഞ്ഞു. അങ്ങനെ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം പോലും. 1897 സ്വാമിജി പ്രസംഗിച്ചു, ഇനി നിങ്ങൾക്ക് ഭാരതാംബയല്ലാതെ മറ്റൊരു ആദർശം, മറ്റൊരു ദേവത 50 വർഷത്തേക്ക് പാടില്ല. വരുന്ന 50 കൊല്ലം നിങ്ങൾ ഭാരതാംബയെ വിദേശികളുടെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കൂ, ഇത് തന്നെ വ്രതമാക്കിയെടുക്കൂ എന്ന് യുവാക്കളോട് അദ്ദേഹം അഭിസംബോധനയുടെ ഫലമായിട്ടാണ് കൃത്യം 50ാമത്തെ വർഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. മഹാത്മാവിന്റെ വചനം തെറ്റില്ല, ഒരു ഋഷിയുടെ വാക്ക് പാഴായി പോവില്ല, അത് സംഭവിച്ചിരിക്കും. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു,
അയ്യപ്പസ്വാമിക്കെതിരെ നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദിവ്യശക്തികൾ ഉണ്ടാക്കിവിടുന്ന ഈ അങ്കലാപ്പുണ്ടല്ലോ, ഇത് അവരുടെ തന്നെ വേര് പിഴുതെറിഞ്ഞേ നിൽക്കൂ. അയ്യപ്പസ്വാമി ഈ നവോത്ഥാന മഹിഷികളെ നശിപ്പിച്ച് ഹിന്ദുധർമ്മം വീണ്ടും കേരളത്തിൽ വളരാൻ ഇടയാക്കുമെന്ന് ഞാൻ പറയുന്നു. ഓർത്തോളൂ, എന്റെ ആയുസ്സിന്റെ പരിധി കഴിയും മുമ്പ് ഞാനത് കാണും, നിങ്ങളും കാണും. പക്ഷെ ഒന്നു വേണം, വിവേകാനന്ദ സാഹിത്യ സർവസ്വമെങ്കിലും ക്രമമായി വായിച്ചു പഠിക്കാനുള്ളൊരു ത്യാഗം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു കാരണവശാലും ശബരിമല വ്രതത്തെ വെറും ആഭാസ നാടകമാക്കി മാറ്റാതെ ക്രമത്തോടുകൂടി കൃത്യമായി വ്രതമെടുത്തുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ മല ചവിട്ടാൻ നിങ്ങൾ തയ്യാറാവണം. സ്വാമിയുടെ പൂങ്കാവൻ എന്ന പ്ലാസ്റ്റിക് ബോട്ടിലും ചെരുപ്പും എറിഞ്ഞ് തകരാറിലാക്കരുത്. പമ്പാ നദിക്ക് മുണ്ടുരിഞ്ഞു കൊടുത്തുകൊണ്ട് മുണ്ടിന്റെ മലയുണ്ടാക്കി വെച്ചവന്മാരാണ് ഇവിടുത്തെ അയ്യപ്പന്മാര്. അത് പാടില്ല. പമ്പയ്ക്ക് നഗ്നതയൊന്നുമില്ല. ആരെങ്കിലും കാണിക്കുന്ന വങ്കത്തമെല്ലാം ആചാരമാക്കി മാറ്റിക്കൊണ്ട് അയ്യപ്പസ്വാമിയുടെ സ്വസ്ഥത കെടുത്തരുത്. അനാവശ്യമായിട്ടുള്ള കച്ചവടമാണ് അയ്യപ്പസ്വാമിയുടെ ചുറ്റിലും നടക്കുന്നത്. കച്ചവടങ്ങൾ നിർത്തണം. തമിഴന്മാരിങ്ങോട്ട് വരുമ്പോഴേക്ക് ഇരട്ടി 10 ഇരട്ടി വിലയാക്കിയിട്ടാണ് സാധനം വെക്കുന്നത്. ഇങ്ങനെയുള്ള ചൂഷണങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കണം അയ്യപ്പൻ പറഞ്ഞത്, ഒന്ന് നന്നായിക്കോളൂ, നമുക്കൊരു ഉപദേശവും നമുക്കൊരു ഉണർത്തുപാട്ടും കൂടിയാണ് ഈ പ്രശ്നങ്ങൾ. അത് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ക്രമമായ വ്രതമെടുത്തും നമ്മുടെ ആചരണ പദ്ധതികളെ പറ്റി പഠിച്ചുകൊണ്ടും ഏറ്റവും നല്ല പ്രവേശിക, ഹിന്ദുധർമ്മം പഠിക്കാനുള്ള ഏറ്റവും നല്ല പ്രവേശിക വിവേകാനന്ദ സ്വാമികളാണ്. സ്വാമിയുടെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ചത് 9 വോളിയുമായിട്ട് മലയാളത്തിലും 10 വോളിയുമായിട്ട് ഇംഗ്ലീഷിലും കിട്ടും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. ഇംഗ്ലീഷിൽ അതിന്റെ പേര് കംപ്ലീറ്റ് വേർഡ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്നാണ്. മലയാളത്തിൽ വിവേകാനന്ദ സാഹിത്യ സർവസ്വം. 9 വോളിയം കൂടി വാങ്ങിയാലും ഒരു 1000 രൂപയെ വരൂ. രാമകൃഷ്ണ മഠത്തിൽ കിട്ടും. ദയവ് ചെയ്ത് വാങ്ങിയിട്ട് ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ച ആളുകൾക്ക് കൊടുക്കുക, വീട്ടിൽ വായിക്കുക. ഇന്റർനെറ്റിലും കിട്ടും. ദയവേദി വിവേകാനന്ദ സ്വാമികളുടെ സാഹിത്യ സർവസ്വം വായിക്കാൻ ഇന്നു മുതൽ തുടങ്ങുക. ഹിന്ദു ധർമ്മം എന്താണ്, നമ്മുടെ ആചരണങ്ങൾ എന്താണ്, വിഗ്രഹാരാധന തത്വം എന്താണ്, അവതാര വരിഷ്ഠന്മാരായിട്ടുള്ള മഹാഗുരുക്കന്മാരെ ആൾദൈവങ്ങൾ എന്ന് വിളിച്ച് കളിയാക്കരുത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നെല്ലാം അറിയണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം. അതുകൊണ്ട് ലക്ഷ്യബോധത്തോട് നീങ്ങുന്നൊരു സമൂഹമായിരിക്കണം നമ്മൾ. ഇനി നെറ്റിയിൽ കുറിതൊടാൻ പഠിക്കരുത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സെന്റ് മൈക്കിൾസിലോ സെന്റ് ആന്റണീസിലോ പഠിച്ചോട്ടെ. അവൻ പള്ളിയും പട്ടക്കാരും സ്ഥലമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഹിന്ദുവിന്റെ ഭൂമിയിലാണ്. സൗജന്യമായി എടുത്തതോ തട്ടിയെടുത്തതോ നമ്മൾ സൗജന്യമായി കൊടുത്തതോ ആണ്. അതുകൊണ്ട് നമ്മുടെ ധർമ്മം പാലിക്കാൻ അവന്റെ സ്കൂളിന്റെ പേര് തടസ്സമാവരുത്. നെറ്റിയിൽ കുറിതൊട്ടേ പോവാവൂ, അഭിമാനത്തോടെ കുറിതൊട്ടേ പോവാവൂ. പേര് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയണം. അതിന് കുട്ടികൾക്ക് നല്ല പേരിടണം. സജീഷ്, കപീഷ്, കിഷ്കുന്നൊന്നും ഇടരുത്. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് അഭിമാനമുള്ള പേരിടണം. സഹസ്രനാമം നോക്കുക. വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ ലളിതാ സഹസ്രനാമോ നോക്കിയിട്ട് അർത്ഥമുള്ള അഭിമാനമുള്ള പേരുകളിടാവൂ കുട്ടികൾക്ക്. അക്കാര്യത്തിൽ നടൻ ജയറാമിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം അദ്ദേഹം മകന് കാളിദാസ് എന്ന പേരിട്ട് എത്ര അർത്ഥസമ്പുഷ്ടമായ പേരാണ്. നല്ല പേരിട്ട് പഠിക്കണം. നിന്റെ മോന്റെ പേരെന്താണ്? കിഷ്കു. മോന്റെ പേരെന്താ? സബീഷ്. നിന്റെ പേരെന്താ? സുഭാഷ്. ഇങ്ങനെയൊക്കെ എന്താ ഇതിനർത്ഥം? ഹിന്ദുവാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ പേരിടരുത്. നമ്മൾ നാരായണനെന്നും ഗോവിന്ദനെന്നും വിളിക്കുന്നതിൽ എന്തിന് അപമാനം കൊള്ളണം? ആന്റണി എന്ന് വിളിക്കാനും ജോസഫ് എന്ന് വിളിക്കാനും മടിയില്ലാത്ത സംസ്കാരത്തിന് മുമ്പിൽ നമ്മൾ എന്തിന് കപീഷും കിഷ്കുവാവണം? ചിന്തിക്കൂ. സ്വന്തം സംസ്കാരത്തെ പറ്റിയുള്ള അപമാനബോധം ആദ്യം മാറ്റിക്കളയുക. അഭിമാനം ഉണ്ടാവണം. വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണ പരമഹംസരും അരവിന്ദ മഹർഷിയും ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ഇന്ന് അമൃതാനന്ദ വേദി വരെയുള്ള മഹാത്മാക്കൾ പുഷ്ടിപ്പെടുത്തിയ സംസ്കാരമാണിത്. ഒട്ടും മടിക്കണ്ട, പേടിക്കണ്ട. അഭിമാനബോധം വേണം, ഐക്യബോധം വേണം. ഇനി വോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചിന്തിക്കും വേണം. വളരെ ചുരുക്കം പറഞ്ഞ ഇമ്മാരും അംഗന്മാരെയൊക്കെ വോട്ട് ചെയ്ത് എല്ലാം ശരിയായില്ലേ? ഇപ്പോ ഒരു സംസ്കാരത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്നുള്ള മിനിമം മര്യാദ പോലും കാണിക്കുന്നില്ല. അത് ചെറുക്കപ്പെടേണ്ടതാണ്. എനിക്ക് ഇടതുപക്ഷത്തോട് ഒരു വിരോധവുമില്ല. എന്റെ ആചരണങ്ങളിൽ, എന്റെ ക്ഷേത്രത്തിൽ, എന്റെ സംസ്കാരത്തെ പുച്ഛിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഞാൻ എതിരാവും. അത്രയേ ഉള്ളൂ. വേറെ ഒരു എതിർപ്പുമില്ല. എന്റെ സംസ്കാരത്തിൽ നിങ്ങൾ തൊട്ടുകളിച്ചു, വേദനിപ്പിച്ചു. ഒരുപാട് അമ്മമാരുടെ കണ്ണീര് ഞാൻ കണ്ടു. ഇതിനെ ആവർത്തിക്കാൻ പാടില്ല. അതിന് ഏറ്റവും സൗമ്യമായ മറുപടി ഇലക്ഷനാണ്. മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. അതിനു വേണ്ടുന്ന ബുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ബുദ്ധി ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഉണ്ട്. എത്ര ചെറിയ സമൂഹമാണെങ്കിലും അവരുടെ സംസ്കാരത്തെ കളിയാക്കുന്നവരെ അവർ വിജയിപ്പിക്കില്ല. നമ്മളോ, നമ്മളെ കൂടുതൽ കാർക്കിച്ചു തുപ്പുന്നവന് നമ്മൾ കൂടുതൽ വോട്ട് കൊടുക്കും. ഇത്ര അഭിമാനം കെട്ട ജനതയെ മാറരുത്. വിവേകാനന്ദ സ്വാമികൾ അവിടെ ദിഗ്വിജയം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ 17 പ്രസംഗങ്ങൾ നടത്തി, കൊളംബോ മുതൽ അൽമോറ വരെ. ആ പുസ്തകം ക്രോഡീകരിച്ച് 50 റുപ്യേ ഉള്ളൂ. ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. ഇപ്പോൾ അത് മലയാളത്തിലുണ്ട്.
ആ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. ഒരേ പരമാത്മാവിനെ അയ്യപ്പനായും ദേവിയായും ഗണപതിയായും ആരാധിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? ഒരേ മധുരപലഹാരം വിവിധ വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞു വെച്ചാൽ എത്രയുണ്ട് അത്ര തന്നെ. എല്ലാം ഒരേ പരമാത്മാവിലേക്കുള്ള പോക്കാണെങ്കിലും ഏകാഗ്രതയ്ക്ക് വേണ്ടി നാം ആശ്രയിക്കുന്ന ബിംബങ്ങളാണ് വിഗ്രഹങ്ങൾ. അവയ്ക്ക് അതിന്റെ വിശുദ്ധിയും പവിത്രതയും ഉണ്ട്. അത് കളങ്കപ്പെടുത്തരുത്. ക്ഷേത്രാരാധന കുട്ടിക്കളിയല്ല. ക്ഷേത്രാരാധന എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ പോലും പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള ഉപായം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ഓർമ്മപ്പെടുത്തലാണ്. കാരണം രാമകൃഷ്ണ പരമഹംസദേവൻ വിവേകാനന്ദ സ്വാമികളുടെ ഗുരു കാളിമാതാവിന്റെ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിച്ചാണ് പരമാത്മാവിനെ സാക്ഷാത്കരിച്ചത്. ഇത് മറന്നുപോകരുത്. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതവും വിവേകാനന്ദ സ്വാമികളുടെ സാഹിത്യ സർവസ്വവും പഠിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ അഭിമാനവും നഷ്ടപ്പെട്ട് നാം ആരുമല്ലാതായി സ്വന്തം നാട്ടിൽ തീരുന്ന അഭയാർത്ഥികളായി തീരുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ, ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ മഹാത്മാക്കളെ, പൂർവ്വസൂരികളെ സ്മരിച്ചു പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ജഗദംബയുടെ പാതാരബന്ധങ്ങളിൽ വൈകിയ വേളയിലും എന്നെ കാത്തിരുന്ന് ഇത്രയും കേട്ട നിങ്ങളെ എങ്ങനെ നമസ്കരിച്ചാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. വിവേകാനന്ദ സ്വാമികളിൽ നിന്ന് നമ്മുടെ എക്കാലത്തെ മികച്ച പ്രവാചകന്റെ ഈ ഒരൊറ്റ വാചകം മതി. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടും വരെ വിശ്രമിക്കാതെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ ഒറ്റ വാചകം മതി. നമ്മുടെ ലക്ഷ്യം, പരമമായ ആദർശം നമ്മൾ സംഘടിച്ച് ശക്തരാവണം. നാം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരാവണം. നിയമത്തെപ്പറ്റി അറിവുള്ളവരായിരിക്കണം. നമ്മെ പുലഭ്യം പറയുന്നവരെ നിയമപരമായി നേരിടാൻ ശക്തിയുള്ളവരായിരിക്കണം. ഒന്നുകൊണ്ടും നമ്മൾ അനാഥരാണെന്ന് ചിന്തിക്കരുത്. ലോകത്തൊരൊറ്റ അനാഥനേ ഉള്ളൂ, അത് പരമശിവനാണ്. കാരണം ശിവന് മേലെ ഒരു നാഥനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ലോകത്തൊറ്റ അനാഥനേ ഉള്ളൂ. ശിവന്റെ പര്യായമാണ് അനാഥനെന്ന്. കാരണം ശിവന് മേലെ ഒരു നാഥനില്ല. എല്ലാറ്റിന്റെയും അപ്പൻ ശിവനാണ്, അമ്മ ദേവിയുമാണ്, ശക്തിയുമാണ്. ശിവശക്തികൾ ഭരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഒരിക്കലും അനാഥരല്ല. നാം നമ്മുടെ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടി അറിവ് സമ്പാദിക്കണം. അതിന് ഏറ്റവും നല്ല പ്രവേശിക വിവേകാനന്ദ സ്വാമികളാണ്. സ്വാമിജിയെ പഠിക്കുക, കൂടുതൽ സാഹിത്യ സർവസ്വം വായിക്കുക, ക്രമികമായി വായിക്കുക. ഒരു ദിവസം 5 പേജെങ്കിലും വായിക്കുക, നോട്ടുകൾ എഴുതിയെടുക്കുക, സ്വയം പഠിക്കാൻ തയ്യാറാവുക. ക്ഷേത്രത്തിൽ മര്യാദയ്ക്ക് പോവുക, ക്ഷേത്രത്തിന്റെ രീതികൾ പാലിക്കുക. സുപ്രീം കോടതി അല്ല ഹിന്ദുമതം ഉണ്ടാക്കിയതും നന്നാക്കിയതും. അതുകൊണ്ട് സുപ്രീം കോടതി വിധിയല്ല ക്ഷേത്ര കാര്യങ്ങളിൽ നമുക്ക് മാർഗദർശകമായിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷേത്രങ്ങളിൽ ഉള്ള പുലവാരായ്മയും ശുദ്ധിക്രിയകളും ഒക്കെ അതുപോലെ പരിപാലിച്ചു കൊണ്ടുപോകണം. നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും അധികം കളിയാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അറിവാർജിച്ചുകൊണ്ടും സർക്കാരിന്റെ മർക്കടമുഷ്ടിയോട് വളരെ സഹന സമരം നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ല മറുപടി കൊടുക്കാൻ 1 ലക്ഷം വരുമല്ലോ, അന്ന് കാണാം. അതുകൊണ്ട് എന്നും രാജാവായിരിക്കുന്ന രാജരാജേശ്വരനായ ശിവനെ മാത്രം വിശ്വസിക്കുക. ഇടക്കിടയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയി വരുന്ന ആളുകളെ അതത് ഇലക്ഷൻ കഴിയുമ്പോൾ അടിച്ചുകൂട്ടി തൊട്ടിയിലിട്ടേക്കുക. ഈ രീതിയിൽ മാറാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുത്തരും നമ്മെ സംസ്കാരത്തിന് മേലെ കൈവയ്ക്കാൻ ധൈര്യപ്പെടില്ല. അത് മനസ്സിലാക്കി സ്വാമിജിയെ പഠിക്കാൻ തയ്യാറാവുക. ഇന്ന് സ്വാമിജിയുടെ ജന്മദിനമാണ്, 12-ാം തീയതി. സ്വാമിജി ജനിച്ചത് മകരസംക്രാന്തി ദിവസമായിരുന്നു. നമ്മുടെ മകരസംക്രാന്തി 2 ദിവസം കഴിഞ്ഞാൽ വരും. അയ്യപ്പന് വേണ്ടി തുടങ്ങിയ യുദ്ധം ഹിന്ദുധർമ്മത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച് വിമലീകരിച്ച് പുനഃസ്ഥാപിച്ച് രാജ്ഞിഭാവത്തിലാക്കിയ ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന് ഞാൻ കാണുന്നു. എല്ലാവർക്കും, ഇവിടെ എന്നെ ഇത്രയും വൈകിയ വേളയിലും കാത്തിരുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹരഹര നമഃ പാർവതീപതയേ, ഹരഹര മഹാദേവ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.